ഫ്രത്തേലി തൂത്തി എന്ന പരിശുദ്ധ പിതാവിൻ്റെ ചാക്രിക ലേഖന ചർച്ചകളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 8 അധ്യായങ്ങൾ, 287 ഖണ്ഡികകൾ, 45,000 വാക്കുകൾ. ഇതാണ് ഫ്രത്തേലി തൂത്തിയുടെ സംഗ്രഹം. ഈ 45,000 വാക്കുകളെയും കൂട്ടിയിണക്കുന്ന ചൈതന്യം അത് സഹോദര സ്നേഹമാണ്. പ്രാർത്ഥന ഗാനത്തിൽ കേട്ടതുപോലെ ദിവ്യമാം ശാന്തിതൻ ദൂതരായി എന്നെ അയക്കണമേ എന്നുള്ള 1200 അസീസിയിലെ സ്നേഹഗായകൻ പറഞ്ഞുകൊടുത്ത വലിയ ചൈതന്യമാണ് ഫ്രാൻസിസ് പാപ്പായെ തൻ്റെ 3ാമത്തെ ചാക്രിക ലേഖനത്തിലേക്ക് ക്ഷണിച്ചത്. അസഹിഷ്ണുതയുടെ ഈ കാലഘട്ടം മനസ്സിൻ്റെ ഒരു പരുവപ്പെടലിലേക്കും എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ വേണ്ടുന്നതായ ഒരു തുറവിയിലേക്കും നമ്മളെ ക്ഷണിക്കുകയാണ്. ഇന്ന് അസഹിഷ്ണുത കൂടി വരുന്ന ഒരു കാലമാണ് നമുക്കറിയാം. നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ സങ്കടങ്ങളായിട്ട് ഒരിക്കൽ പിലാത്തോസിന് മുമ്പിൽ കെട്ടപ്പെട്ട ക്രിസ്തു നിന്ന പോലെ നിൽക്കുന്ന സ്റ്റാൻ അച്ഛനുണ്ട്. അതുപോലെ തന്നെ ഫ്രാൻസിൽ അല്പമൊക്കെ വേദന ഉളവാക്കത്തക്ക രീതിയിൽ വന്ന ന്യൂസ് നമ്മുടെ മനസ്സിലുണ്ട്. ഇവിടെ മനുഷ്യൻ സ്വയം ഇടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ പറ്റാത്ത, മറ്റുള്ളവരെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അപരനെ സ്നേഹിക്കുവാനും അപരനെ കരുതുവാനും അപരനെ നീതിയോടുകൂടെ കാണുവാനും ഈ ലോകത്തിലെ മനുഷ്യൻ അവൻ ശ്രമിക്കണം എന്ന് പരിശുദ്ധ പിതാവ് ശക്തമായിട്ട് ഈ ചാക്രിക ലേഖനത്തിലൂടെ പറയുകയാണ്. കേരള ലേബർ മൂവ്മെന്റ് ആണ് ഈ ഒരു മീറ്റിംഗ് ഇവിടെ സംഘടിപ്പിക്കുക. തൊഴിലാളി പ്രസ്ഥാനമാണ് കേരള ലേബർ മൂവ്മെന്റ് എന്ന് പറയുക. പരിശുദ്ധ പിതാവ് തൻ്റെ 5ാമത്തെ അധ്യായത്തിൽ ഉപവയുടെ ഏറ്റവും ഉദാത്തമായ നയമെന്ന തൻ്റെ അധ്യായത്തിൽ 162 ഖണ്ഡികയിൽ പറയുന്നുണ്ട്, ജോലി അത് മനുഷ്യന് അത്യന്താപേക്ഷിതമാണ്. അത് അവൻ്റെ വിശപ്പ് മാറ്റാൻ വേണ്ടി മാത്രമല്ല, അവൻ്റെ കഴിവും മിഴിവും അവൻ്റെ സംഘടനാ വൈഭവമൊക്കെ വെളിവാക്കുന്ന മേഖലയാണ് തൊഴിലെന്നാ പറയുക. പിന്നീട് 168 ഖണ്ഡികയിലും 169 ഖണ്ഡികയിലും പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട്, ജനകീയ പ്രസ്ഥാനങ്ങൾ ആവശ്യമാണ്. അത് ഒരു സമൂഹത്തിൻ്റെ താഴെ കിടക്കുന്ന വ്യക്തികളെ മേൽഗതിയിലേക്ക് കൊണ്ടുപോകുവാൻ അത്യാവശ്യവുമാണ്. സംഘടിക്കുവാൻ അവകാശമുണ്ട്. നീതി നിഷേധിക്കപ്പെടുമ്പോൾ സംഘടിക്കുവാൻ ഉത്തരവാദിത്വമുണ്ട് എന്നുകൂടി പരിശുദ്ധ പിതാവ് നമ്മോട് പറയുന്നുണ്ട്. കേരളം ഫ്രത്തേലി തൂത്തിയെ പറ്റി ഇപ്രകാരം ഒരു പഠന ശിബിരം നടത്തുന്നത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്: ഈ മനുഷ്യകുലത്തിന് നഷ്ടപ്പെട്ട സൗഭാഗ്യം നമുക്കെങ്ങനെ തിരിച്ചു പിടിക്കാനാകും? ഒരു പാരഡൈസ് ലോസ്റ്റ്, നമ്മുടെ ഒരു പറുദീസ നഷ്ടം ഈ ലോകത്തിന് സംഭവിച്ചിട്ടുണ്ട്. അതിന് കാരണങ്ങൾ കണ്ടുപിടിക്കണം, പ്രതിവിധികൾ ഉണ്ടാകണം. ഫ്രത്തേലി തൂത്തി എന്ന ഈ ഫ്രാൻസിസ് പാപ്പയുടെ പ്രബോധന രേഖ യഥാർത്ഥത്തിൽ വളരെ കാലിക പ്രസക്തമായ വിധത്തിൽ ഈ ഒരു ചോദ്യത്തിന് എങ്ങനെ ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന സൗഭാഗ്യം, ഈ പറുദീസ നഷ്ടം
വീണ്ടെടുക്കാനാകും എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ്. അത് ഉത്തരം കണ്ടുപിടിക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിത ശൈലി വഴി കൂടെയാണ്. ദേശാഭിമാനി ഒക്ടോബർ 7 എഡിറ്റോറിയൽ എഡിറ്റോറിയൽ തലക്കെട്ട് പ്രകാരമായിരുന്നു മഹാപുരോഹിതൻ വീണ്ടും പറയുന്നു എന്ന് പറഞ്ഞാണ് ആ തലക്കെട്ട് കൊടുത്തിരുന്നത്. അതിൻ്റെ ആദ്യത്തെ വാക്യം ഇപ്രകാരമായിരുന്നു: മനുഷ്യസ്നേഹിയായ ആ മഹാപുരോഹിതൻ വീണ്ടും ലോകത്തോട് വിളിച്ചു പറയുന്നു. യഥാർത്ഥത്തിൽ ഇത് ഒരു പ്രവാചക ശബ്ദമാണ്, പ്രത്യാശ പകരുന്ന ഒരു പ്രവാചക ശബ്ദം. അതാണ് ഫ്രാൻസിസ് പാപ്പ സോദരർ സർവരും എന്ന ഈ ചാക്രിക ലേഖനത്തിലൂടെ നൽകുന്നത്. ഇത് നിർബന്ധമായിട്ട് നാം വെറുതെ വായിച്ചാൽ പോരാ, കൗതുകത്തിന് എന്താണ് ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ഇങ്ങനെ ഒന്ന് വായിച്ച് മറിച്ച് നോക്കിയാൽ പോരാ. പ്രത്യുത ഇത് പഠിക്കുകയും ഇത് നമ്മൾ എങ്ങനെ പ്രാവർത്തിക പദത്തിൽ വ്യക്തിപരമായ ജീവിതത്തിൽ, ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും KLM പോലുള്ള സംഘടന എങ്ങനെ പ്രായോഗിക പദത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് ലോകത്തിന് വലിയ ഈ ഒരു പറുദീസ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഈ സാഹോദര്യം, കൂട്ടായ്മ, മാനവികത നഷ്ടപ്പെട്ടു പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇത് നമ്മൾ എത്രയും വേഗം തിരിച്ചു പിടിച്ചില്ലെങ്കിൽ നമുക്ക് ജീവിതം തന്നെ ജീവിതവ്യമല്ലാത്ത അവസ്ഥ വരാൻ സാധ്യതയുണ്ട്. വയലാറാണ് അനുഗ്രഹീതയായ കവി. പ്രത്യേകിച്ച് സിനിമാ ഗാനങ്ങളിലൂടെ മലയാളത്തെ എന്നും കോരിത്തരിപ്പിച്ച കവി. തൊഴിലാളികൾക്ക് വേണ്ടി എഴുതിയ 4-5 പതിറ്റാണ്ടിന് മുമ്പ് എഴുതിയ ആ ഗാനം, സർവലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ചു ശക്തരാകുവിൻ എന്ന് ആണ് ആ സിനിമാ ഗാനത്തിൽ പറഞ്ഞത്. പക്ഷെ ഫ്രാൻസിസ് പാപ്പ ഇന്ന് പറയുന്നത് ലോകത്തിലുള്ള എല്ലാ സഹോദരിമാരെ സംഘടിക്കുവിൻ, ഒരുമിക്കുവിൻ, ശക്തരാകുവിൻ. അങ്ങനെ ഒരു പുതിയൊരു ലോകം, മാനവികത, സ്നേഹം, പരസ്പരമുള്ള കരുതൽ നിൽക്കുന്ന ഒരു ലോകം സൃഷ്ടിക്കാൻ നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം എന്നുള്ളതാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ, കാരണം ഇതൊരു സാമൂഹിക പ്രബോധനമാണ്, സോഷ്യൽ എൻസിക്ലിക്കലാണ്. അതുകൊണ്ട് തന്നെ KLM, കേരള ലേബർ മൂവ്മെന്റ് പോലുള്ള തൊഴിലാളി സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ ഇത് ഗൗരവമായിട്ടെടുക്കണം. എല്ലാ സഹോദരന്മാരിലും സഹോദരിമാരിലും സുവിശേഷത്തിന്റെ സ്വാദുള്ള ഒരു ജീവിത ശൈലി, അപ്രകാരമാണ് ഫ്രാൻസിസ് പാപ്പ ഈ ചാക്രിക ലേഖനം ആരംഭിക്കുന്നത്. എ ഫോം ഓഫ് ലൈഫ് വിത്ത് ദ ഫ്ലേവർ ഓഫ് ദ ഗോസ്പൽ. സുവിശേഷത്തിന്റെ സ്വാദ് ഉള്ള ഒരു പുതിയ ജീവിത ശൈലി കൊണ്ടുവരാൻ, അത് പ്രത്യേകിച്ച് അസീസിയിലെ ആ വിശുദ്ധ ഫ്രാൻസിസ്, അദ്ദേഹം ഇങ്ങനെ അഡ്മോണിഷൻസ് അല്ലെങ്കിൽ തൻ്റെ സഹോദരർക്ക്, സഭയിൽ അംഗങ്ങൾക്ക് കൊടുത്ത ഒരു കൽപ്പന പോലെ, അതിൻ്റെ 6ാമത്തെ കൽപ്പനയുടെ ആ തുടക്കം തന്നെയാണ് ഫ്രatelli tutti, സഹോദരർ സർവരും, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. ഫ്രാൻസിസ് പാപ്പ ലൗദാത്തോ സി എന്ന ഈ നമ്മുടെ ഈ കോമൺ ഹോം, നമ്മുടെ ഈ പൊതുഭവനം സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വത്തെ പറ്റി അത് എഴുതിയതിലും വിശുദ്ധ അസീസിയിലെ ഫ്രാൻസിസിന് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെയും ഈ പ്രബോധനയുടെ ഉടനീളം ഈ ഒരു സ്വാധീനത്തെ പറ്റി പലപ്പോഴും ആവർത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം ഇതിൻ്റെ 2ാമത്തെ ഖണ്ഡികയിൽ വിശുദ്ധ ഫ്രാൻസിസ് അസിസിയെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: എവരിവെയർ ഹി സോഡ് പീസ്, എല്ലായിടത്തും ശാന്തി വിതച്ചു. ആൻഡ് വാക്ക്ഡ് അലോങ് സൈഡ് ദ പുവർ, പാവങ്ങളോടൊപ്പം ഇങ്ങനെ സഹഗമനം നടത്തി സഞ്ചരിച്ചു. He was with the abandoned, the sick, the discarded, the least. അതായത് അനാഥരോടും അവഗണിക്കപ്പെട്ടവരോടും രോഗികളോടും
സമൂഹത്തിലെ അവസാനത്തെ ആ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുമൊക്കെ കൂടെ നടന്ന വ്യക്തിയാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. അങ്ങനെ ഈ ഒരു സാമൂഹിക പ്രബോധനത്തില് ഫ്രാൻസിസ് പാപ്പ പറയുന്നത് എങ്ങനെ നമുക്കൊരു മാനവികത തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ്. ഇത് 3ാമത്തെ ചാക്രിക ലേഖനമാണെന്ന് പലരും പറഞ്ഞു. മാർപ്പാപ്പമാരുടെ പ്രബോധരേഖകൾക്ക് പല കാറ്റഗറി ഉണ്ട്. ഓരോ ദിവസവും ഫ്രാൻസിസ് പാപ്പ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള വിധത്തിൽ വിശുദ്ധ കുർബാനയോടൊപ്പം നടത്തുന്ന ആ ഒരു ചെറിയ ഹോമിലി, ചെറിയൊരു പ്രഭാഷണമുണ്ട്. അല്ലെങ്കിൽ എല്ലാ ബുധനാഴ്ചയും ഞായറാഴ്ചയും ഈ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ സന്ദർശകരെ, തീർത്ഥാടകരെ അഭിസംബോധന ചെയ്യുന്നു പറയുന്ന പ്രഭാഷണങ്ങളുണ്ട്. അതേപോലെ തന്നെ അപ്പോസ്തലിക് കോൺസ്റ്റിറ്റ്യൂഷൻസ്, അപ്പോസ്തലിക എഴുത്തുകളുണ്ട്. ഏറ്റവും അവസാനം വന്നത് സിനഡ് ഓഫ് ബിഷപ്സിനെ പറ്റിയുള്ളതാണ്. അല്ലെങ്കിൽ അപ്പോസ്തലിക് എക്സോർട്ടേഷൻസ്, അപ്പോസ്തലിക ആഹ്വാനങ്ങളുണ്ട്. ഇതുവരെ 5 അപ്പോസ്തലിക ആഹ്വാനങ്ങൾ ഇറങ്ങിയിരുന്നു. നമുക്ക് പലതും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ളതുകൊണ്ടും പല പ്രാവശ്യം പഠിച്ചിട്ടുള്ളതുകൊണ്ടും നമുക്ക് സുപരിചിതമാണ്. ഏറ്റവും ആദ്യത്തേത് സുവിശേഷത്തിന്റെ ആനന്ദം എന്നുള്ളതായിരുന്നു, 2013 ഇറങ്ങിയത്, ഇവാഞ്ചലി ഗൗഡിയം. രണ്ടാമത്തേത് സ്നേഹത്തിന്റെ സന്തോഷം, അമോരിസ് ലെറ്റീച്ചിയ, അത് 2013 ഇറങ്ങിയതാണ്. പിന്നെ 14 ആഹ്ലാദിച്ചുല്ലസിക്കുവിൻ, ഗൗദേത്തെ എക്സുൽത്താത്തെ എന്നുള്ളത് അപ്പോസ്തലിക ആഹ്വാനം 2018 വന്നതാണ്. ക്രിസ്തു ജീവിക്കുന്നു 2019 ഇറങ്ങിയ ക്രിസ്തുസ് ബി വിത്ത് എന്ന അപ്പോസ്തലിക ആഹ്വാനം ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനം ഇറങ്ങിയതാണ് സ്നേഹിക്കപ്പെടുന്ന അമസോണിയ ക്വരിത അമസോണിയ എന്നുള്ളത്. ഈ വർഷം 2020 ഫെബ്രുവരി മാസം 2-ാം തീയതിയാണ് അത് ഇറങ്ങിയത്. അതെല്ലാം അപ്പോസ്തലിക ആഹ്വാനങ്ങളാണെങ്കിൽ, അതേപോലെ തന്നെ മറ്റ് മോത്തു പ്രോപ്രിയോ, സ്വന്തം ഇഷ്ടത്തോടുകൂടെ എന്തെങ്കിലും ഒരു പ്രത്യേക വിഷയത്തെ പറ്റി എഴുതുന്ന പ്രബോധനങ്ങൾക്കാണ് മോത്തു പ്രോപ്രിയോ എന്ന് പറയുന്നത്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് ഈ എൻസിക്ലിക്കൽ ലെറ്റർ. ഇത് 3ാമത്തെ അപ്പോസ്തലിക ചാക്രിക ലേഖനമാണ്. ആദ്യത്തെ ലൂമൻ ഫിദൈ, വിശ്വാസത്തിന്റെ വെളിച്ചം, 2013 ഇറങ്ങി. ലൗദാത്തു സി 2015 വന്നു. ഈ ഒക്ടോബർ മാസം 3-ാം തീയതി വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ കബറിടത്തെങ്കിൽ, ആ പൂജ്യ ശരീരങ്ങളോടൊക്കെ ചെയ്യുന്ന കബറിടത്തെങ്കിൽ പോയി വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം വളരെ ലളിതമായ ഒരു ചടങ്ങിൽ വെച്ചാണ് ഫ്രാൻസിസ് പാപ്പ കോവിഡ് പ്രോട്ടോകോൾ എല്ലാം പാലിച്ചുകൊണ്ട് ഈ ഔദ്യോഗിക രേഖയ്ക്ക് ഒപ്പുവെച്ചത്. ഇത് 3ാമത്തെ ഈ ചാക്രിക ലേഖനം ഫ്രatelli tutti, സോദര സർവരും, ഇതിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുന്നത് ഇതാണ്. ഇത് കത്തോലിക്കർക്കോ ക്രിസ്ത്യാനികൾക്കോ മാത്രമുള്ളതല്ല, പക്ഷെ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അതായത് a reflection is open to this reflection opens up to dialogue with all people of goodwill. കഴിഞ്ഞ ദിവസം KLCA സംഘടിപ്പിച്ച ഈ ഒരു സെമിനാറിൽ പി രാജീവ് പറഞ്ഞു, ഞാൻ ഒരു പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവി പ്രസംഗിക്കുമ്പോൾ എനിക്ക് ഈ ഇതുപോലത്തുള്ള ഒരു പാപ്പായുടെ പ്രബോധനവുമായിട്ട് എന്താ ബന്ധം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈശ്വര വിശ്വാസി തന്നെ ആവണമെന്നില്ല, ഉള്ളിലെ നന്മയുണ്ടായാൽ മതി. അങ്ങനെ നന്മയുള്ള എല്ലാവരും ചർച്ച ചെയ്യേണ്ട ഒരു പ്രബോധരേഖയാണെന്ന് പറഞ്ഞു. ഇങ്ങനെ ഈ സാമൂഹിക പ്രബോധനത്തിന് എങ്ങനെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ? നേരത്തെ സൂചിപ്പിച്ചു 8 അധ്യായമുണ്ടെന്ന്. ഇതിന് വേറൊരു പ്രത്യേകത, 250ഓളം ഈ ഫുട് നോട്ട്സ് ഉണ്ട്, ഉദ്ധരണികൾ. അവിടെ സാധാരണഗതിയിലുള്ള ഡോക്യുമെന്റിൽ എപ്പോഴും ഒന്നെങ്കിൽ ബൈബിളിൽ നിന്ന്, അല്ലെങ്കിൽ സഭാപിതാക്കന്മാരിൽ നിന്ന്, അല്ലെങ്കിൽ മുൻ പാപ്പമാരിൽ നിന്ന്, അല്ലെങ്കിൽ സ്വന്തം ആയിട്ട് ഇരിക്കുന്ന കൗൺസിൽ, വത്തിക്കാൻ കൗൺസിൽ പോലെയുള്ള ഡോക്യുമെന്റ് എന്തൊക്കെയാണ്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇങ്ങനെ നന്മയുള്ള മനുഷ്യരെല്ലാം ഫ്രാൻസിസ് പാപ്പ ഉദ്ധരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉദാഹരണം, ജർമ്മനിയിൽ നിന്നുള്ള ഒരു എഴുത്തുകാരൻ ഗെയോർഗെ സുമൽ എന്ന് പറയുന്ന ബ്രൂക്കെ എത്ത് ട്യൂർ, അതായത് പാലവും വാതിലും എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അങ്ങനെയുള്ള പുസ്തകങ്ങൾ പോലും ഇതിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതായത് സമൂഹത്തിന് നന്മ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ എല്ലാവരെയും ഇതിൽ ഉൾക്കൊള്ളിക്കാൻ
ഫ്രാൻസിസ് പാപ്പ പരിശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിക്കും അഭിമാനിക്കാം. ഈ CBCIയുടെ ജനറൽ ബോഡിയുടെ അവസാനത്തെ ആ പ്രബോധനയെ കൂടെ ഇതിൽ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാനാകും. പിന്നെ എഴുതാനായിട്ടുള്ള പ്രയോജനം കിട്ടിയതിനെ പറ്റി, അതായത് ഒരു പ്രചോദനം 800 വർഷങ്ങൾക്ക് മുൻപ് രണ്ടാം കുരിശുദ്ധം നടക്കുമ്പോൾ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഈ കുരിശുദ്ധത്തിന് അതീതമായിട്ട് ശാന്തി സമാധാനം, ദിവ്യമാം ശാന്തിതൻ ദൂതനായ എന്നെ അതിനെ ഉപകരണമാക്കി മാറ്റണമെന്നുള്ള ആ ചിന്തയോടുകൂടെ അസീസിയിലെ ഫ്രാൻസിസ് ഈ പരിചിത സാഹചര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു തീർത്ഥാടനം നടത്തി ഈജിപ്തിലേക്ക്. അവിടുത്തെ സുൽത്താൻ മാലിക്കിനെ പോയി കാണാൻ, മാലിക് അൽ കമീലിനെ കാണാനായിട്ട് പോയി 800 വർഷങ്ങൾക്ക് മുൻപ്. അവിടെ വ്യത്യസ്തമായൊരു മതമുണ്ട്, സംസ്കാരമുണ്ട്, ഭാഷയുണ്ട്. ഇതെല്ലാം ഫ്രാൻസിസ് പാപ്പ അതിൽ വിവരിക്കുന്നുണ്ട്. ഇതിനെല്ലാം അതീതമായിട്ട് ഈ മതത്തിന്റെ അതിർത്തി വരുമ്പോൾക്കപ്പുറം സ്നേഹം പുലരണം, മാനവികതയുണ്ടാകണം, പരസ്പരം അടുക്കണം, ഈ കരുതലുണ്ടാകണം എന്നുള്ള ചിന്തയോടുകൂടി അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് പോയതിൻ്റെ ആ ഓർമ്മയാണ് ഇതിനെ പ്രചോദിപ്പിച്ചതെന്ന് ഫ്രാൻസിസ് പാപ്പ പറയുന്നുണ്ട്. 2019 ഫെബ്രുവരിയിൽ അബുദാബിയിൽ ഫ്രാൻസിസ് പാപ്പ പോയിരുന്നു. അവിടുത്തെ ഗ്രാൻഡ് ഇമാം അഹമ്മദ് തയ്യേബുമായിട്ടുള്ള കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. നമ്മളത് ടെലിവിഷനിലൂടെ കണ്ടതാണ് 2019 ഫെബ്രുവരിയിൽ, കഴിഞ്ഞ വർഷം. അതിൻ്റെ ആ കൂടിക്കാഴ്ചയുടെ സമാപനത്തിൽ വിശ്വശാന്തിക്കും സഹവർത്തിത്വത്തിനും ആയുള്ള മാനവ സാഹോദര്യം എന്ന ഒരു ജോയിന്റ് ഡോക്യുമെന്റ് ഡിക്ലറേഷൻ അന്ന് ഒപ്പുവെച്ചിരുന്നു. അങ്ങനെ ആ അബുദാബിയിലുള്ള യാത്രയെ പറ്റിയും അവിടെ മറ്റു മതങ്ങളുമായിട്ട് മറ്റു മനുഷ്യരുമായിട്ടൊക്കെ സഹകരിച്ചുകൊണ്ട് ഒരു സ്നേഹത്തിന്റെ ശൃംഖല, സഹവർത്തിത്വത്തിന്റെ അന്തരീക്ഷം, പുതിയൊരു ജീവിത ശൈലി കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹമാണ് തന്നെ പ്രചോദിപ്പിച്ചതെന്ന് പറയുന്നു. അതായത് ഇപ്പോഴെഴുതിയതല്ല, ഏകദേശം 1.5 വർഷമായിട്ട് 2019 ഫെബ്രുവരി മാസം മുതൽ ഇങ്ങനെ ഫ്രാൻസിസ് പാപ്പയുടെ മനസ്സിൽ ഇങ്ങനെ ഉരുണ്ടുകൂടിയ ആഗ്രഹങ്ങള്, ചിന്തകള്, ലോകത്തിന്റെ ഭാവിയെ പറ്റിയുള്ള കരുതല്, ഒരു പ്രവാചകനെടുത്ത സ്വപ്നങ്ങളൊക്കെയാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 2019 ഫെബ്രുവരിയിലെ ഈ ഇതോടൊപ്പം തന്നെ ചരിത്രത്തിലെ വിശ്വ സാഹോദര്യത്തിനു വേണ്ടി, മാനവ പുരോഗതിക്ക് വേണ്ടി, നീതി നടത്തിപ്പിന് വേണ്ടി ജീവിതം സമർപ്പിച്ച പല വ്യക്തികളുമുണ്ട്. അവരെ പറ്റിയും ഈ ഫ്രatelli tutti വ്യക്തമാക്കുന്നുണ്ട്. നമ്മുടെ ഭാരതത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി, മാർട്ടിൻ ലൂതർ കിങ്, അതേപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിലെ ഈ വർണ്ണത്തിന്റെ പേരിലുള്ള ഉച്ചനീചത്വങ്ങൾക്കെതിരായി നിലകൊണ്ട ആർച്ച് ബിഷപ്പ് ഡെസ്മണ്ട് ടൂട്ടു, ഇങ്ങനെയുള്ളവരുടെ നിലപാടുകളെല്ലാം തന്നെ പ്രചോദിപ്പിച്ചു എന്നും വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, വാഴ്ത്തപ്പെട്ട ചാൾസ് ഫുക്കോൾഡ്, അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും അതിൻ്റെ ആ വിശ്വാസത്തിന്റെ ഉന്നതങ്ങളിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ആ ഒരു സാഹോദര്യത്തിന്റെ ആ ഒരു ധാരണ, അതും തന്നെ പ്രചോദിപ്പിച്ചു എന്ന് പറയുന്നു ഇതെഴുതാനായിട്ട്. പിന്നെ മാത്രമല്ല, ഈ സമയത്ത് ഈ കോവിഡ് മഹാമാരി, അദ്ദേഹം എഴുതുന്ന ഇതാണ്: COVID-19, the pandemic unexpectedly broke in and exposed our false securities. അതായത് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന കുറേയധികം തെറ്റായ ചിന്തകളുണ്ട്, വ്യാമോഹങ്ങളുണ്ട്. നമ്മൾ അജയ്യരാണ്, ആരെയും കീഴ്പ്പെടുത്താൻ യോജിച്ച ആയുധ സന്നാഹങ്ങൾ നമുക്കുണ്ട്, എല്ലാ പുരോഗതിയും എന്നൊക്കെ ഉണ്ട്, നമ്മൾ ആർജിച്ചെടുത്തിരിക്കുന്ന ചിന്തയെല്ലാം നമുക്ക് നഷ്ടമായത് ഈ COVID-19 പശ്ചാത്തലമാണ്. ഒരു ഇമ്മീഡിയറ്റ് പ്രചോദനം, ഈ അടുത്ത പ്രചോദനം തീർച്ചയായിട്ടും ഈ COVID-19 വ്യാപനമാണെന്നും ഫ്രാൻസിസ് പാപ്പ വ്യക്തമാക്കുന്നു. ഈ സാമൂഹ്യ പ്രബോധനം കേവലം പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് ഒന്ന്, ഈ പ്രബോധനത്തിന്റെ 8ാമത്തെ ഖണ്ഡികയിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ, നോബഡി ക്യാൻ ഫേസ് എ ലൈഫ് ഇൻ ഐസൊലേഷൻ. നമുക്ക് ഇനി ഈ ലോകത്തിൽ ഒറ്റയ്ക്കൊരു ജീവിതം സാധ്യമല്ല.
നമ്മൾ പരസ്പരം സഹായിക്കണം, കൈകോർക്കണം, കരുതലോടെ മുന്നോട്ട് പോകണം. അതാണ് വി ഡ്രീം വൺ ഹ്യൂമാനിറ്റി. നമ്മൾ സ്വപ്നം കാണേണ്ടത് ഒരു മാനവികത നിലനിൽക്കുന്ന ഒരു സമൂഹത്തെയാണെന്ന് ഫ്രാൻസിസ് പാപ്പ വ്യക്തമാക്കുന്നു. അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ തലക്കെട്ട് നേരത്തെ ജോസഫ് ജൂഡ് സൂചിപ്പിച്ചതുപോലെ അടച്ചിട്ട ലോകത്തിൻ്റെ നിഴൽപ്പാടുകൾ എന്നാണ്. ഇന്നത്തെ ലോകത്ത് ഒത്തിരിയധികം നിഴൽപ്പാടുകളുണ്ട്, അന്ധകാരം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നു. പ്രത്യേകിച്ച് സമ്പത്തിൻ്റെയും ധനത്തിൻ്റെയും ഒക്കെ ഈ ആഗോളവത്കരണം, ഗ്ലോബലൈസേഷൻ കൊണ്ട് കുറേയധികം പേര് ഇങ്ങനെ സഹനത്തിൻ്റെ നടുവിലാണ്, പല വിധത്തിലുള്ള പ്രതിസന്ധിയിലാണ് ജീവിക്കുന്നത്. ഫ്രാൻസിസ് പാപ്പ അത് വ്യക്തമാക്കുന്നുണ്ട്. ഇതിനൊരു അറുതി വേണം, വ്യത്യസ്ത വേണമെങ്കിൽ നമ്മൾ ഈ സഹവർത്തിത്വത്തിൻ്റെ ഒരു പുതിയ ജീവിത ശൈലി കൊണ്ടുവരണമെന്ന് വ്യക്തമാക്കുന്നു. ധനത്തിൻ്റെയും നീതിയുടെയും ആഗോളവത്കരണം സാഹോദര്യത്തിൽ നമ്മെ എത്തിച്ചിട്ടില്ല. വിഭജിച്ച് ഭരിക്കുന്ന രാഷ്ട്രാന്തര സാമ്പത്തിക ശക്തികൾ ഐക്യത്തെ ക്ഷയിപ്പിക്കുന്നുവെന്ന് ഇതിൻ്റെ 12-ാമത്തെ ഖണ്ഡികയിൽ ഫ്രാൻസിസ് പാപ്പ എഴുതുകയാണ്. എന്നും കീഴടക്കി സ്വന്തമാക്കേണ്ട പാതയാണ് ഈ എന്ത് വെല്ലുവിളി ഉണ്ടെങ്കിലും അതിനെല്ലാം നമ്മൾ കീഴടക്കി സ്നേഹത്തിൻ്റെയും നീതിയുടെയും സഹവർത്തിത്വത്തിൻ്റെയും ഒരു സുരക്ഷിത വീഥി നമ്മുടെ മുൻപിൽ തുറക്കണമെന്ന് ഇതിൻ്റെ 11-ാമത്തെ ഖണ്ഡികയിൽ ഫ്രാൻസിസ് പാപ്പ പറയുന്നു. ഇന്നത്തെ സമൂഹത്തിൽ ഒത്തിരിയധികം നിഴൽപ്പാടുകളുണ്ട്. ഇങ്ങനെ നമ്മെ വിഷമിപ്പിക്കുന്ന വിധത്തിലുള്ള അന്ധകാരത്തിൻ്റെ ശക്തികൾ നിൽക്കുന്നുണ്ട്. ഒന്ന്, പൊതുനന്മ കാംക്ഷിക്കാത്ത രാഷ്ട്രീയം. 15-ാമത്തെ ഖണ്ഡികയിൽ അത് പറയുന്നു. പിന്നെ ജനതകൾ തമ്മിലുള്ള അകൽച്ച പല വിധത്തിലുള്ള കാരണങ്ങൾ കൊണ്ട്, വർണ്ണമാകാം, വർഗത്തിൻ്റെ പേരിലാകാം, ഭാഷയുടെ പേരിലാകാം, സംസ്കാരത്തിൻ്റെ പേരിലാകാം, ജാതിയുടെ പേരിലാകാം. ഇങ്ങനെ ജനതകൾ തമ്മിലുള്ള ഈ അകൽച്ച, അതിന് നമ്മൾ പരിഹാരം കണ്ടെത്തണം. അതേപോലെ തന്നെ നമ്മുടെ ഈ പൊതുഭവനം, ഈ ഹരിതാഭമായിട്ടുള്ള ഭൂമി നഷ്ടപ്പെടുത്തുവാൻ, അതിനെ ഇങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള നിൽക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള രോദനം അടിച്ചു തമർത്താനുള്ള, നിശബ്ദമാക്കാനുള്ള ഒരു പ്രവണത വളർന്നു വരുന്നു. 17-ാമത്തെ ഖണ്ഡികയിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, മനുഷ്യൻ്റെ ജീവനോട് തന്നെയുള്ള ഒരു ബഹുമാനമില്ലായ്മ. പ്രായമുള്ളവരോട് പറയാണ്, നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ഇനി ആവശ്യമില്ല എന്നുള്ള വിധത്തിൽ അവരെ ഇങ്ങനെ ഒഴിവാക്കുക. പിന്നെ വേണമെങ്കിൽ അവരുടെ വലിയ ഇങ്ങനെ അസുഖമാണെങ്കിൽ അവരെയൊക്കെ പതുക്കെ കൊന്നെടുക്കുക, മേഴ്സി കില്ലിങ്, യൂത്തനേഷ്യ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രവണത. മാത്രമല്ല, ഉദരത്തിൽ ഉരുവാകുന്ന കുഞ്ഞിനെ ഒഴിവാക്കുന്ന പ്രവണത. അവരോട് പറയുന്നത്, നിങ്ങളുടെ സാന്നിധ്യം ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള വിധത്തിലാണ് പറയുന്നതെന്നാണ് ഫ്രാൻസിസ് പാപ്പ ഇതിൻ്റെ 18-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത്. ഇങ്ങനെ കുഞ്ഞുങ്ങൾ കടന്നു വരാത്ത ഒരു സമൂഹമായി വരുമ്പോൾ ലോകത്തിൽ മുഴുവൻ ഇങ്ങനെ മുടി നരച്ച് ജരാനര ബാധിച്ച ആൾക്കാർ മാത്രമാകും എന്നാണ് ഫ്രാൻസിസ് പാപ്പ പറയുന്നത്. അതായത് സമൂഹത്തിൽ യുവത്വമില്ലാത്ത അവസ്ഥയായി മാറും. ഇങ്ങനെ മനുഷ്യ ജീവനോട് തന്നെ നമ്മൾ റെസ്പെക്റ്റ് ഇല്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയും മാത്രം മാറ്റിയെടുക്കണം. ഇതോടൊപ്പം തന്നെ ദാരിദ്ര്യത്തിൻ്റെ പല വിധത്തിലുള്ള അവസ്ഥകൾ സമൂഹത്തിൽ കൂടുതലായിട്ട് വരുന്നു. അസ്വസ്ഥതപ്പെടുത്തുന്ന നിഴലുകളാണ് അവ. മനുഷ്യൻ്റെ ഏകാന്തതയും ഭയവും സുരക്ഷിതമില്ലായ്മയുമൊക്കെ സമൂഹത്തിൻ്റെ ഒരു മാഫിയ ഗ്രൂപ്പുകൾ, സംഘങ്ങൾ ഇവിടെ വിളഭൂമിയാക്കി മാറ്റുന്ന അവസ്ഥയും ഫ്രാൻസിസ് പാപ്പ പറയുന്നു. അതോടൊപ്പം തന്നെ പൊള്ളയായ സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങൾ, നമ്മൾ ടെലിവിഷനിലും സിനിമകളിലുമൊക്കെ കൊടുക്കുന്നത് ഒരുതരം പൊള്ളയായ ഒരു മായിക ലോകത്തെയാണ് ഇവിടെ സൃഷ്ടിക്കുന്നതെന്ന് ഫ്രാൻസിസ് പാപ്പ ഏറെ ആകുലതയോടെ ഇതിൻ്റെ 42-43 ഖണ്ഡികകളിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെ നിഴലും അന്ധകാരവും ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം നിൽക്കുമ്പോഴാണ് ഫ്രാൻസിസ് പാപ്പ ഒരു പ്രത്യാശയുടെ പാത നമുക്ക് മുൻപിൽ തെളിയിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ദുരന്തമായിട്ടുള്ള ഒരു അവസ്ഥ, ഒരു ചാക്രിക ലേഖനമല്ല.
പ്രത്യാശ പകരുന്ന ഒരു ചാക്രിക ലേഖനമാണ്, ഒരു പ്രത്യാശ നൽകുന്ന പ്രവാചക ശബ്ദമാണെന്ന് ഞാൻ സൂചിപ്പിച്ചത് അതുകൊണ്ടാണ്. ഇവിടെ ഫ്രാൻസിസ് പാപ്പ അസീസിയിലെ ഈ വിശുദ്ധ ഫ്രാൻസിസിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന ഇതാണ്: അസീസിയിലെ ഫ്രാൻസിസ് ദൈവത്തിൻ്റെ സ്വരം കേട്ടു. എപ്പോഴും ദൈവത്തിൻ്റെ ആ സ്വരം ശ്രവിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു ഫ്രാൻസിസിൻ്റെത്. അതോടൊപ്പം തന്നെ ദരിദ്രരുടെ വിലാപം ശ്രവിച്ചു, കൂടാതെ രോഗികളുടെ രോദനം ശ്രദ്ധിച്ചു, പ്രകൃതിയുടെ സംഗീതത്തിന് എന്നും കാതോർത്തു. ഈ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ കാരുണ്യത്തിൻ്റെയും കരുതലിൻ്റെയും വിത്ത് അനേകം ഹൃദയങ്ങളിൽ വളരുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു എന്നാണ് ഇതിൻ്റെ 48ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത്. അങ്ങനെ പ്രത്യാശയിൽ നാം വഴി നടക്കുന്നു എന്ന് ഫ്രാൻസിസ് പാപ്പ ഈ പ്രബോധരേഖയിൽ വ്യക്തമാക്കുന്നു. അങ്ങനെ പ്രത്യാശയോടുകൂടെ ഈ ലോകത്തെ നോക്കിക്കാണാൻ, അങ്ങനെ ഒരു സാഹോദര്യത്തിൻ്റെ പുതിയ ഒരു ജീവിതം സൃഷ്ടിക്കാനായിട്ടാണ് ഫ്രാൻസിസ് പാപ്പ നമ്മളെ ഓർപ്പിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഒരു ഭാഗം എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ 2ാമത്തെ അധ്യായമാണ്. അവൻ്റെ ടൈറ്റിൽ തന്നെ പാദവക്കിലെ അപരിചിതൻ എന്നാണ്. ഇതാ ഒരു അപരിചിതൻ പാദവക്കിൽ കിടക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 10ാം അധ്യായത്തിലുള്ള ആ നല്ല അയൽക്കാരൻ്റെ, നല്ല സമരിയാക്കാരൻ്റെ ഉപമ വ്യക്തമാക്കിക്കൊണ്ടാണ് അദ്ദേഹം വളരെ പ്രസക്തമായിട്ടുള്ള വിധത്തിലാണ് ഈ ഉപമ, വളരെ പ്രചോദനാത്മകമായിട്ടുള്ള വിധത്തിലാണ് സോദര സർവരും എന്ന ഈ പ്രബോധനത്തിലേക്ക്, ഈ ചാക്രിക ലേഖനത്തിൽ ഇതിനെപ്പറ്റി വിചിന്തനം ചെയ്യുന്നത് ഫ്രാൻസിസ് പാപ്പ. ഈ പാദവക്കില് മുറിവേറ്റ് അവശനായി കിടക്കുന്ന അപരിചിതൻ ആരുമാകാം. ഇന്നും ആവർത്തിക്കപ്പെടുന്ന ഒരു കഥയാണിതെന്ന് പറയുന്നത്. അതായത് ഇത് 2000 വർഷങ്ങൾക്ക് മുൻപ് കർത്താവ് പറഞ്ഞു വെച്ച ഒരു പഴങ്കഥയല്ല ഇത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഇങ്ങനെ മുറിവേറ്റ് പാദവക്കിൽ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന അപരിചിതരെ നമുക്ക് കാണാനാകും. ആരൊക്കെയാണ്? ഒരുപക്ഷെ ഇങ്ങനെ ഈ നമുക്ക് ചുറ്റുമുള്ള തൊഴിലാളികളാകാം, അല്ലെങ്കിൽ അനാഥരായിട്ടുള്ളവരാകാം, ആലംബഹീനരായിട്ടുള്ള അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള പ്രതിസന്ധികളും മാനസികമായിട്ടുള്ള വെല്ലുവിളികളും ഒക്കെ ഉള്ളവരാകാം. ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തരുമാകാം. അതും ഫ്രാൻസിസ് പാപ്പ പറയുന്നുണ്ട്. ഈ പാദവക്കിൽ മുറിവേറ്റ് കിടക്കുന്നത് ചിലപ്പോൾ നമ്മളാകാം. പല വിധത്തിലുള്ള വിമർശനവും ഇതുപോലെ പൊതുവേദിയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് എതിർപ്പും ഒക്കെ കടന്നു വരാം. എങ്കിൽ അങ്ങനെയുള്ള ഈ ഒരു മുറിവേറ്റവൻ്റെ അവസ്ഥയിൽ നമ്മളുമാകാം. യഥാർത്ഥത്തിൽ ഈ ഉപമ വിവരിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ ചോദിക്കുന്ന വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം ഇതാണ്: കഥയിലെ ഏത് കഥാപാത്രമാണ് നിങ്ങൾ എന്നാണ് നമ്മുടെ ഓരോരുത്തരും ചോദിക്കുന്നത്. 5 തരത്തിലെ കഥാപാത്രങ്ങളുണ്ട്. ഒന്ന് അക്രമിയായിട്ടുള്ള കൊള്ളക്കാരുടെ ഒരു കഥാപാത്രം, അക്രമി. രണ്ടാമത്തേത് ഈ ആക്രമിക്കപ്പെട്ടവൻ, ഈ വഴിയരികിൽ മുറിവേറ്റ് കിടക്കുന്നവൻ. മൂന്നാമത്തേത് ആ ഒരു പുരോഹിതൻ, ഇങ്ങനെ ലോകമൊക്കെ ഇട്ട് തിരക്ക് പിടിച്ചു പോകുന്ന ആ പുരോഹിതൻ, അല്ലെങ്കിൽ ആ ലേവായൻ, അയാളും അപ്പുറത്ത് വശത്ത് കൂടി കടന്നുപോയി. മാത്രമല്ല സത്രം സൂക്ഷിപ്പുകാരൻ, കൂടെ ഈ സമരിയാക്കാരനും. നമ്മളുടെ റോള്, നിങ്ങൾ ആരാണ് ഈ കഥയിൽ ഇന്ന് ഇങ്ങനെ മുറിവേറ്റ് സമൂഹത്തിൽ കിടക്കുമ്പോൾ നിങ്ങളിവിടെ ആരാണെന്നാണ് ഫ്രാൻസിസ് പാപ്പ യഥാർത്ഥത്തിൽ ഇങ്ങനെ ചങ്കിൽ കുത്തുന്ന വിധത്തിലുള്ളൊരു ചോദ്യം നമ്മോട് ചോദിക്കുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ യഹോവയായ ദൈവം കായനോട് ചോദിച്ച ആ ചോദ്യം വീണ്ടും ഫ്രാൻസിസ് പാപ്പ ഈ പ്രബോധത്തിലേക്ക് ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ കായൻ യഹോവയോട് ചോദിക്കുന്നത് ഒരു മറുചോദ്യം ചോദിക്കുന്നതാണ്: സഹോദരന്റെ കാവൽക്കാരനാണോ ഞാൻ? ഈ ഒരു ചോദ്യം നമുക്ക് ഇന്ന് അഭിമുഖീകരിക്കേണ്ടിയിരിക്കുന്നു. നിന്റെ സഹോദരൻ എവിടെ എന്നുള്ള ചോദ്യം. 105-ാമത്തെ ഖണ്ഡിക മുതൽ നമ്മളോട് ഇതിൽ വിവരിക്കുക ഇന്ന് സമൂഹത്തിൽ ആവശ്യമായിട്ടുള്ള ഈ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യത്തെ പറ്റിയാണ്. ഈ നല്ല അയൽക്കാരൻ്റെ ഉപമ നമ്മുടെ ജീവിതമാകണം. ഇത് എൻ്റെ ജീവിതത്തിലെ, എൻ്റെ കുടുംബ സാഹചര്യത്തിലും കുടുംബ കൂട്ടായ്മകളിലും ഇടവക സമൂഹത്തിലും ഇതുപോലെ സംഘടനാ പ്രവർത്തനങ്ങളിലും പൊതുപ്രവർത്തനങ്ങളിലും ഒക്കെ കടന്നു വരണം. അവിടെ സാഹോദര്യം ഉണ്ടാകണം, സമത്വം ഉണ്ടാകണം. പ്രത്യേകിച്ച്
KLM എനിക്കറിയില്ല, ഞാൻ അധികം സമയം എടുക്കുന്നുണ്ട്. KLM എടുക്കുമ്പോൾ ഞാൻ അധികം നീട്ടിക്ക് പോകുന്നില്ല, കാരണം എനിക്കും സന്തോഷമുള്ളൂ സെബാസ്റ്റ്യൻ പാലംപറമ്പലിനെയും ജോയ് ഗോതിത്തനെയൊക്കെ കേൾക്കുന്നതിൽ. അപ്പോൾ ഞാൻ ഉപസംഹരിച്ചു പോവാം. 129ാമത്തെ ഖണ്ഡികയിൽ കുടിയേറ്റക്കാരെ പറ്റി, മൈഗ്രന്റ് വർക്കേഴ്സ്, നമ്മുടെ കേരളത്തിൽ തന്നെ ഏകദേശം 25-30 ലക്ഷം അന്യ സംസ്ഥാന അതിഥികൾ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോഴീ കോവിഡ് കാലത്ത് അവർ തിരിച്ചു പോയി, അവിടെ ജോലിയില്ല, വരുമാനമില്ല, അവിടെ പ്രതിസന്ധി. തിരിച്ചു വന്നപ്പോഴും പല സ്ഥലങ്ങളിലും കൺസ്ട്രക്ഷൻ ഏരിയയിലൊക്കെ പലപ്പോഴും തുടങ്ങിയിട്ടില്ല അവരുടെ അവസ്ഥ. ഈ കുടിയേറ്റക്കാരെ പറ്റി പറയുമ്പോൾ 4 ക്രിയാപദങ്ങൾ ഫ്രാൻസിസ് പാപ്പ ഇതിൻ്റെ 129, 130 ഉള്ള ആ ഖണ്ഡികയിൽ പറയുന്നുണ്ട്. ഒന്ന്, വെൽക്കം, അവരെ നമ്മൾ സ്വാഗതം ചെയ്യാനുള്ളതാണ്. പിന്നെ അവരെ പ്രൊട്ടക്റ്റ്, അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്, കാരണം വേദനിച്ച് കിടക്കുന്ന അപരിചിതനാണ് അത്. മൂന്നാമത്തത്, അവരെ പ്രൊമോട്ട് ചെയ്യണം. നാലാമത്തത്, ഇൻ്റഗ്രേറ്റ്, നമ്മുടെ സമൂഹത്തിലേക്ക് അവരെ സ്വീകരിക്കണം. ഈ 4 ക്രിയാപദങ്ങളും പ്രത്യേകിച്ച് KLM ഇങ്ങനെ നമ്മളുടെ പ്രവർത്തന മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണിത്. 133ാമത്തെ ഖണ്ഡികയിൽ പറയുന്നു, നമ്മൾ ഇങ്ങനെ പരസ്പര പൂരകങ്ങളാണ്. അവരുടെ സാന്നിധ്യം കൊണ്ട് ഇറ്റ്സ് എ മ്യൂച്വൽ ഗിഫ്റ്റ് എന്നാണ് ഫ്രാൻസിസ് പാപ്പ അവിടെ പറയുക. അവരുടെ സാന്നിധ്യം കൊണ്ട് നമുക്കിവിടെ ഗുണങ്ങളുണ്ട്. നമ്മളിവിടെ വന്നിട്ട് ജോലി ചെയ്യുമ്പോൾ അവർക്കും ഗുണങ്ങളുണ്ട്. അപ്പോൾ അവർ നമ്മൾ സ്വന്തമായിട്ട് സ്വീകരിക്കണം. വേറെ പ്രധാനപ്പെട്ട KLMന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ലേബർ റൈറ്റ്സ്, തൊഴിലിൻ്റെ അവകാശങ്ങളെ പറ്റി, അതിൻ്റെ നിയമങ്ങളെ പറ്റിയൊക്കെയാണ്. ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങളെപ്പറ്റി ഫ്രാൻസിസ് പാപ്പ വിശദമായിട്ട് ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ധനത്തിൻ്റെ സാമ്രാജ്യം, എംപയർ ഓഫ് മണി, അതാണ് ഇന്ന് നമ്മുടെ ഈ ലോകത്തെ ഇങ്ങനെ ഈ അടക്കി വാഴുന്നത്. എംപയർ ഓഫ് മണി, അതായത് ധനത്തിൻ്റെ സാമ്രാജ്യമാണ് ഇങ്ങനെ അടക്കി വാഴുന്നത്. സോഷ്യൽ ഫങ്ഷൻ ഓഫ് ഓണർഷിപ്പ്, അതായത് ഇതിൻ്റെയൊക്കെ ഉത്തരവാദി ആരാണ് ഇതിൻ്റെയൊക്കെ എന്നുള്ളത് ഫ്രാൻസിസ് പാപ്പ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. വിശുദ്ധനായ ഗ്രിഗരിയെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. പാവപ്പെട്ടവനുമായി നമുക്കുള്ളത് പങ്കുവച്ചില്ലെങ്കിൽ യഥാർത്ഥത്തിൽ അവൻ അവകാശപ്പെട്ടത് നമ്മൾ അടിച്ചു മാറ്റുന്നതാണ്, മോഷ്ടിച്ചെടുക്കുന്നതാണ് എന്നാണ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത്. ഞാൻ എൻ്റെ സ്വത്ത് അവരുമായി പങ്കുവച്ചില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുന്നത് അവനിൽ നിന്ന് ഞാനപ്പോൾ ഒരു മോഷ്ടാവാണ്. അല്ലെങ്കിൽ വിശുദ്ധ ക്രിസോസ്റ്റമിനെ ഉദ്ധരിച്ചുകൊണ്ട് അങ്ങനെ പറയുന്നത്, പാവപ്പെട്ടവൻ്റെ കൊടുക്കാതിരുന്നാൽ അവനിൽ നിന്നത് മോഷ്ടിക്കുമെന്ന്. വിശുദ്ധ ഗ്രിഗരിയെ പറ്റി പറയുന്നത്, പാവപ്പെട്ടവന് നമ്മൾ പങ്കുവെക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്, കാരണം അത് അവൻ്റെ അവകാശമാണെന്നൊക്കെ. ഈ അതിർത്തികളില്ലാത്ത മനുഷ്യാവകാശങ്ങളെ പറ്റി ഫ്രാൻസിസ് പാപ്പ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഈ ലോകം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, കാരണം ഒരേ മനുഷ്യ മഹത്വത്തോടുകൂടെയാണ് നാം ജന്മം കൊള്ളുന്നത്. വർണ്ണവും വർഗവും മതവും ജന്മസ്ഥലവും ജീവിക്കുന്ന രാജ്യവുമൊക്കെ ഈ അടിസ്ഥാന അവകാശ നിഷേധത്തിന് ന്യായീകരണമല്ല. ഇവൻ ആ നാട്ടുകാരനല്ലേ, ഈ നിറം ഉള്ള വ്യക്തിയല്ലേ, ഇതൊന്നും നമ്മൾക്കുള്ള ഈ അടിസ്ഥാന അവകാശത്തിന് നിഷേധിക്കാനാവില്ല എന്ന് പറയുന്നു. പിന്നെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, ഞാൻ എൻ്റെ ടൈം എത്ര സമയമുണ്ട് ഇനി, മറ്റുള്ളവർക്കും സംസാരിക്കാൻ ടൈം കൊടുക്കണമല്ലോ. ഏതായാലും ഇങ്ങനെ തുടർന്ന് പോകുമ്പോൾ യുദ്ധത്തിന് ഒരു ന്യായീകരണമില്ല. യുദ്ധത്തിന് വേണ്ടി നമ്മൾ ഇന്ത്യ തന്നെ എത്രയോ കോടിയാണ് ഇപ്പോൾ റാഫേൽ വിമാനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ചിലവാക്കിയത്. ഇതേപോലെ തന്നെ ഫ്രാൻസിസ് പാപ്പ പറയുന്നതാണ്, ഇതിനു വേണ്ടി നമ്മളൊരു ഫണ്ട് ഈ യുദ്ധ ഉപകരണങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന തുക മാറ്റിവെച്ചിട്ട് ദാരിദ്ര്യവും വിശപ്പും അകറ്റാൻ വേണ്ടിയുള്ള ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു ഫണ്ട് രൂപീകരിക്കണം എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഇതിനു വേണ്ടിയൊക്കെ കൂടുതൽ ക്യാമ്പയിൻ നടത്തണം. മറ്റൊന്ന് പറയുന്നത് ഈ വധശിക്ഷയെ പറ്റി. ഞാൻ കുറച്ച് നാൾ മുൻപ് ഒരു ലേഖനം എഴുതിയിട്ട് കുറച്ച് എനിക്ക് വിമർശനവും കിട്ടിയത്. പക്ഷെ ഫ്രാൻസിസ് പാപ്പ ഇതിൽ വീണ്ടും ഇതിനെപ്പറ്റി പറയുന്നു. ഈ വധശിക്ഷ എന്നുള്ളത്, ഉദാഹരണം നിർഭയ എന്നുള്ള പെൺകുട്ടിയെ നിഷ്കരണമായി വധിച്ചത് നമുക്കൊരു വിധത്തിലും ന്യായീകരിക്കാനാവില്ല. പക്ഷെ അവരുടെ ജീവൻ നമ്മൾ എടുത്തു കളഞ്ഞു.
ആർക്കാണ് ജീവൻ എടുത്തു കളയാനുള്ള അനുവാദമുള്ളത്? ഇനിയിപ്പോഴ് ഈ അടുത്തിടെ ഇന്നലെയും ഈ UP-യിൽ തന്നെ അല്ലെങ്കിൽ ഛത്തീസ്ഗഡിൽ ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ മറ്റേ ഹത്രാസില പെൺകുട്ടിയുടെ നാവ് പോലും അരിഞ്ഞു മാറ്റി. ഇനി അവരെ പിടിച്ചുവിട്ട് അവരെയും വധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിൽക്കുമോ? ഈ വധശിക്ഷ ഒരു പരിഹാരമല്ല എന്നാണ് ഫ്രാൻസിസ് പാപ്പ അവിടെ പറയുന്നത്. ഏതായാലും ഞാൻ അധികം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഈ ചാക്രിക ലേഖനം സമാപിപ്പിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയോടുകൂടിയാണ്. ഞാൻ ആ പ്രാർത്ഥന നിങ്ങളോടൊപ്പം ചൊല്ലിക്കൊണ്ട് ഉപസംഹരിക്കാം. നീട്ടിപ്പോയെങ്കിൽ ക്ഷമിക്കണം. നമുക്കിനി ജോയ് ഗോതിരത്തിനെയും അതേപോലെ തന്നെ സെബാസ്റ്റ്യൻ സാറിനെയും കേൾക്കാം. മറ്റു കാര്യങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും വിശദീകരിക്കാം. നമുക്ക് ആ പ്രാർത്ഥന, ഫ്രാൻസിസ് പാപ്പ 2 പ്രാർത്ഥന ഇതിൻ്റെ സമാപനത്തിൽ കൊടുക്കുന്നുണ്ട്. മനുഷ്യ കുടുംബത്തിൻ്റെ പിതാവായ ദൈവമേ, അങ്ങ് എല്ലാ മനുഷ്യരെയും തുല്യ മഹത്വത്തിൽ സൃഷ്ടിച്ച ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് സാഹോദര്യത്തിൻ്റെ ആത്മാവിനെ വർഷിക്കുകയും ഒരു നവീകരിക്കപ്പെട്ട സമാഗമം, സംഭാഷണം, നീതി, സമാധാനം എന്നിവയുടെ സ്വപ്നം ഞങ്ങളിൽ പ്രചോദിപ്പിക്കുകയും ചെയ്തു. മെച്ചപ്പെട്ട സമൂഹങ്ങളിലേക്കും വിശപ്പും ദാരിദ്ര്യവും അക്രമവും യുദ്ധവുമില്ലാത്ത അന്തസ്സുറ്റ ലോകത്തിലേക്കും ഞങ്ങളെ അങ്ങ് നയിക്കണമേ. ഭൂമിയിലെ എല്ലാ ജനതകളോടും രാഷ്ട്രങ്ങളോടും ഞങ്ങളുടെ ഹൃദയം തുറക്കട്ടെ. അങ്ങ് ഞങ്ങളിൽ ഓരോരുത്തരിലും വിതച്ച നന്മയും സൗന്ദര്യവും ഞങ്ങളിൽ തിരിച്ചറിയട്ടെ. അതുവഴി ഐക്യത്തിൻ്റെയും പൊതുകർമ്മത്തിൻ്റെയും പങ്കുവയ്ക്കപ്പെടുന്ന സ്വപ്നങ്ങളുടെയും ബന്ധങ്ങൾ ഞങ്ങൾ രൂപീകരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ചാക്രിക ലേഖനം പ്രത്യലിത്തൂത്തി ഗൗരവമായിട്ടെടുക്കാം. അത് വെറുതെ ഇങ്ങനെ ചർച്ചയ്ക്ക് വേണ്ടിയാകാതെ നമ്മുടെ വ്യക്തിഗത ജീവിതത്തിൻ്റെ ഒരു പരിവർത്തനത്തിൻ്റെ ഒരു രേഖയാക്കി മാറ്റാം. പ്രത്യാശയുടെ ഈ പ്രബോധന രേഖ നമുക്ക് ഹൃദയത്തിലേറ്റാം. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി. ഇനിയും ഇതൊരു തുടർ പഠനത്തിൻ്റെ പാത തന്നെ ആകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി. അപ്പൊ ഞാൻ ഇതിനെ എങ്ങനെയാണ് നോക്കി കാണേണ്ടത് എന്നുള്ളതാണ്. ഒന്ന്, ഈ ഫ്രാൻസിസ് പാപ്പയുടെ ഒരു പ്രത്യേകത, അദ്ദേഹം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു ഫ്രാൻസിസ് ടച്ചുണ്ട്. ഈ ചാക്രിക ലേഖനം നോക്കുക. നമുക്ക് ചാക്രിക ലേഖനം എന്ന് പറയുന്നത് സഭയുടെ സാമൂഹ്യ പ്രബോധനങ്ങൾ യഥാർത്ഥത്തിൽ ആരംഭിക്കുന്ന 1891 റേരും നവാരും എന്ന് പറയുന്ന ആ ചാക്രിക ലേഖനം. അത് പുതിയ കാര്യങ്ങളോടുള്ള സഭയുടെ പ്രതികരണമാണ്. ഇതൊരു പുതിയ പ്രബോധനമല്ല. ലോകത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ കാണാൻ ശ്രമിക്കുകയാണ്. അല്ലാണ്ട് ഇത് മാർപ്പാപ്പ സ്വന്തമായിട്ട് ആവിഷ്കരിച്ചുള്ള കാര്യമൊന്നുമല്ലത്. ഇത് സുവിശേഷം നമ്മളോട് വ്യാഖ്യാനിച്ചു തരികയാണ്. കാരണം ഞായറാഴ്ചകളിൽ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ അന്നത്തെ സുവിശേഷത്തെ നമ്മുടെ കാർമികൻ വ്യാഖ്യാനിച്ചു തരുന്ന പോലെയാണ്. പക്ഷെ ഈ ആഗോള ലോകത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം വ്യാഖ്യാനിച്ചു തരുന്ന ഒരു പ്രവർത്തനം. ഈ വ്യാഖ്യാനത്തിനൊരു പ്രാധാന്യമുണ്ട്. വ്യാഖ്യാനത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വ്യാഖ്യാനിച്ചു കൊടുത്താലാണ് ഹൃദയങ്ങൾ തുറക്കപ്പെടുകയുള്ളൂ. നമുക്ക് എമ്മാവൂസ് അനുഭവം എന്ന് പറയുന്ന ഒരു അനുഭവം നമുക്കറിയാം. അവർ കൂടെ നടന്നു സുവിശേഷം വായിച്ച് വ്യാഖ്യാനിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ദൈവവചനം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോഴാണ് അവരുടെ ഹൃദയങ്ങൾ തുറന്നത്. തിരിച്ച് തുറന്ന ഹൃദയവുമായിട്ടാണ് അവര് അപ്പം മുറിക്കലിന് വന്നത്, ആരാധനയ്ക്ക് വന്നത്. അപ്പോഴാണ് അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നതും ധൈര്യം കിട്ടുന്നതും തിരിച്ച് ജെറുസലേമിലേക്ക് പോകുന്നത്. അപ്പോൾ വ്യാഖ്യാനം വളരെ പ്രധാനപ്പെട്ടാണ്. കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയുക എന്ന് പറഞ്ഞിട്ട് വത്തിക്കാൻ കൗൺസിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അവ വ്യാഖ്യാനിച്ചു, അങ്ങനെ കാലാനുസൃതമായിട്ട് സുവിശേഷത്തെ വ്യാഖ്യാനിക്കുന്ന ഒരു പ്രവർത്തനമാണ്. അത്തരത്തിൽ കണ്ടാൽ മതി. അപ്പോൾ സഭയുടെ സാമൂഹ്യ പ്രബോധനം എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തെ മുഴുവൻ എമ്മാവൂസ് അനുഭവത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ് സാമൂഹ്യ പ്രബോധനം എന്ന് പറയുന്നത്. അതൊരു 2 ഡസനിലേറെ, ഒരു 25ഓളം സാമൂഹ്യ പ്രബോധനങ്ങൾ 1891 ശേഷം സഭയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ വത്തിക്കാന്റെ പുറത്ത് വെച്ച് ആദ്യമായിട്ട് ഒപ്പ് ചാർത്തിയ അല്ലെങ്കിൽ തുല്യം ചാർത്തിയ ഒരു രേഖയാണ് ഇതുള്ളത്. ഇതിനുള്ള പ്രത്യേകതയുള്ളൂ. 2, ഈ നമ്മുടെ ഫ്രാൻസിസ് പിതാവിനെ, പരിശുദ്ധ പിതാവിനെ നോക്കുകയാണെങ്കിൽ, ഫ്രാൻസിസ് അസീസിയെ അദ്ദേഹത്തെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആദ്യമായിട്ട് ഫ്രാൻസിസ് എന്നുള്ള പേര് സ്വീകരിച്ചു. അഭിയൊന്ന് പിതാവ് സൂചിപ്പിച്ചത് തന്നെ കഴിഞ്ഞ ചാക്രിക ലേഖനം ഈ പൊതുഭവനത്തെ കുറിച്ചാണ്, എല്ലാവരുമായിട്ട് പങ്കുവെക്കുന്ന പൊതുഭവനത്തെ കുറിച്ചാണ്. അതിന്റെ പേരും ഫ്രാൻസിസ് അസീസിയുടെ ലൗദാത്തോ സിയിൽ നിന്ന് എടുത്തു. ഇത്തവണത്തെ അദ്ദേഹത്തിന്റെ അനുശാസനങ്ങളിൽ നിന്ന് തന്നെ എടുത്തിരിക്കുകയാണ്
ഫ്രത്തേലി തൂത്തി, സർവനും സോദരൻ, എല്ലാവരും സോദരൻ എന്നുള്ള തരത്തിലുള്ള വാക്യെടുത്തേക്ക്. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ഫ്രാൻസിസിനെ ഇങ്ങനെ ഹോണ്ടിയിരിക്കണം. ഈ ആരാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി? ഫ്രാൻസിസ് അസീസിയെ രണ്ടാം ക്രിസ്തു എന്നാ പറയുന്നത്. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ശേഷം ജീവിച്ചിരുന്ന യേശുവിനെ 800 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിതത്തിലൂടെ ആവിഷ്കരിച്ചിട്ട ആളാണ്. ഈ ഫ്രാൻസിസ് അസീസിയെ കുറിച്ച് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നമുക്കറിയാം, സഭ തകർന്നു വീണപ്പോൾ, അല്ലെങ്കിൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക തകർന്നു വീഴാൻ പോയപ്പോൾ തോള് വെച്ച് താങ്ങിയ ഒരു ഒറ്റ വസ്ത്രധാരിയായിട്ടുള്ള ഒരു ദുർബലനായ ഒരു മനുഷ്യനായിട്ടാണ് മാർപ്പാപ്പയ്ക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ ഈ 800 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന ഫ്രാൻസിസിന്റെ ജീവിതം എടുത്തുകൊണ്ടാണ് വീണ്ടും ഇദ്ദേഹം വ്യാഖ്യാനിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഞാനിതിനെ ഒരു ഉൾക്കാഴ്ചയും പുറംകാഴ്ചയെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇത് എങ്ങനെയാണ് കാണുന്നത്? കാരണം ഒരു രേഖ നമ്മൾ വായിക്കുമ്പോൾ അത് 2 തരത്തിൽ വായിക്കാവുന്നതാണ്. ഒരു പ്രബോധന രേഖ 2 തരത്തിൽ വായിക്കാം. ഒന്ന്, അതിനെ പറയുന്നത് മോറലൈസിങ് സ്റ്റഡി എന്ന് പറയും. അതായത് അതിനകത്തുള്ള മോറലുകൾ, അല്ലെങ്കിൽ അതിനകത്തുള്ള സദാചാരപരമായ കാര്യങ്ങളൊക്കെ നമുക്ക് വായിച്ചെടുക്കാം. എന്തൊക്കെയാണുള്ളത്, സ്നേഹിക്കുക, സഹകരിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വായിച്ചെടുക്കാം. തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. പക്ഷെ വായന അവിടെ നിൽക്കരുത്. അഭിമന്യ പിതാവ് സൂചിപ്പിച്ച പോലെ തന്നെ അടുത്ത ഘട്ടത്തിലേക്കുണ്ട് കോണ്ടെക്സ്റ്റലൈസിങ് സ്റ്റഡി എന്ന് പറയും. കോണ്ടെക്സ്റ്റിലേക്ക് വരണം, നമുക്കതിന് നമ്മുടെ കാലഘട്ടത്തിലേക്ക് അതിനെ ആവിഷ്കരിക്കണം. അങ്ങനെ സുവിശേഷത്തിന്റെ കോണ്ടെക്സ്റ്റലൈസേഷൻ വഴിയായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ സാമൂഹ്യ പ്രബോധനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ വചനത്തിന്റെ കോണ്ടെക്സ്റ്റലൈസേഷനാണ് വചനത്തിന്റെ മാംസവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ സ്ഥലകാലങ്ങളിലേക്ക് വചനത്തെ വ്യാഖ്യാനിക്കലാണ്. അപ്പോൾ ഈ രേഖയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഇതാണ്. ഇന്നത്തെ കാലഘട്ടത്തിലെ മാർപ്പാപ്പ കഴിഞ്ഞ തവണ എഴുതിയ ലേഖനമുണ്ട് പൊതുഭവനത്തെ കുറിച്ച്. എല്ലാവരുടെയും ഒന്നിച്ചുള്ള വാസസ്ഥലമാണ് ഭൂമി. ഭൂമിയെ സംരക്ഷിക്കണം. ഈ ഭൂമിയെ സംരക്ഷിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ദുർബലരുടെ നിലനിൽപ്പിന് കൂടി ആവശ്യമാണെന്ന് കഴിഞ്ഞ ലേഖനത്തിൽ പറഞ്ഞു വെച്ചത്. അതിന്റെ തുടർച്ച എന്താണ്? എല്ലാവരുടെയും പൊതുഭവനമായ ഭൂമിയിൽ ദൈവത്തിന്റെ മക്കളായ നമ്മളെല്ലാവരും സഹോദരന്മാരാണ്. അതിൽ ഈ മാർപ്പാപ്പ നൽകുന്ന ഒരു ദർശനമുണ്ട്. അത് ടെക്സ്റ്റ് മാത്രം വായിച്ചാൽ പോരാ, കോണ്ടെക്സ്റ്റ് കൂടെ നമ്മൾ നോക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം നോക്കുക, അഭിമന്യ പിതാവ് സൂചിപ്പിക്കുണ്ടായി. ഇപ്പൊ ഇതിന്റെ ആദ്യത്തെ 1 മുതൽ 8 വരെയുള്ള ഖണ്ഡികകളുണ്ട്. 8 വരെയുള്ള ഖണ്ഡികകളിലാണ് ഇതിന് ആമുഖം മുഴുവനുണ്ട്. ഈ ആമുഖത്തിന്റെ ഈ ഭാഗത്ത് തന്നെ ഇതിന്റെ മുഴുവൻ ജിസ്റ്റും ഈ ഭാഗത്ത് ഒതുങ്ങി കിടപ്പുണ്ട്. അതുപോലെ തന്നെ അതിന്റെ അവസാന ഭാഗത്ത് അഭിമന്യ പിതാവ് വായിച്ചു കേൾപ്പിച്ച ആദ്യത്തെ ഒരു പ്രാർത്ഥന വായിച്ചു, രണ്ടാമത് 2 പ്രാർത്ഥനകളുണ്ട്. ഈ 2 പ്രാർത്ഥനയും ആദ്യത്തെ ഭാഗവും വായിച്ചാൽ തന്നെ ഈ ലേഖനത്തിൽ എന്താണ് ഒതുങ്ങിക്കിടക്കുന്നത് നമുക്കറിയാം. അതിലെന്താണ് ഇതിനകത്തുള്ളത്? ഒന്ന്, ഈ പരിശുദ്ധ പിതാവ് ജനുവരി മാസത്തിൽ നടത്തിയ യാത്രയെ കുറിച്ച് നമ്മുടെ അലക്സ് പിതാവ് സൂചിപ്പിക്കുന്നുണ്ട്. അത് ഈ ലേഖനത്തിലുണ്ട്. രണ്ടാമതൊരു യാത്രയെ കുറിച്ച് സൂചിപ്പിച്ച് ഫ്രാൻസിസ് അസീസി നടത്തിയ ഒരു യാത്ര. ഈ ഫ്രാൻസിസ് അസീസി നടത്തിയ യാത്രയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഫ്രാൻസിസ് അന്ന് കുരിശുദ്ധം നടക്കുകയാണ്. കുരിശുദ്ധത്തിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, യുദ്ധം നടക്കുന്ന അന്ന് മതങ്ങൾ തമ്മിലാണ് യുദ്ധം നടക്കുന്നത്. കാരണം അന്ന് രാഷ്ട്രത്തിലേക്ക് നേതൃത്വം കൊടുത്തതൊക്കെ മതങ്ങളായിരുന്നു നേതൃത്വം കൊടുത്തിരുന്നത്. പൊതുവെ നടന്നുകൊണ്ടായിട്ടുള്ളത്. മതരാഷ്ട്രങ്ങൾ മാറി നാഷണൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് നേഷൻസ് ഒക്കെ വരുന്നത് ഒരു 16-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. അപ്പോൾ അക്കാലഘട്ടത്തില് കുരിശുദ്ധങ്ങൾ 1091 മുതലാണ് കുരിശുദ്ധങ്ങൾ നടക്കുന്നത്. ഈ കുരിശുദ്ധം നടക്കുന്ന കാലഘട്ടത്തിലാണ് സാന്ത്വനത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശമായിട്ട് ഇദ്ദേഹം ഇറങ്ങിത്തിരിക്കുന്നത്. രണ്ടാം ക്രിസ്തുവാണെന്ന് നോക്കണം. അപ്പോൾ അവിടെയാണ് ഈ മാർപ്പാപ്പ പറയാതെ പറയുന്നൊരു കാര്യമുണ്ട്. ഈ സഭ പോകുന്നതിനെ സഭയെ തിരുത്തുന്ന ഒരു ക്രിസ്തുവിന്റെ ദൗത്യമുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇറങ്ങി തിരിച്ചിട്ട് പോകുന്ന മാർപ്പാപ്പ പറയുന്ന അതിന്റെ 4ാമത്തെ ഖണ്ഡികയിൽ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താണെന്ന് അറിയാമോ? അതിനകത്ത് പറഞ്ഞു വെക്കുന്നത് ഇദ്ദേഹം തത്വവിചാരങ്ങൾ, ഡോക്ട്രിൻസ് പ്രഖ്യാപിക്കുകയല്ല ചെയ്തത്, അവിടെ സ്നേഹം പ്രയോഗിക്കുകയാണ് ചെയ്തതെന്ന് പറയാം. അപ്പൊ സ്നേഹത്തിന്റെ പ്രയോഗമാണ് അവിടെ നടക്കേണ്ടതെന്ന്. അപ്പോൾ ഈ നമ്മുടെ ഇതിന്റെ പശ്ചാത്തലം നോക്കുക, എങ്ങനെയാണ് ഈ ടെക്സ്റ്റും കോണ്ടെക്സ്റ്റും നമുക്ക് ഇതിനകത്ത് എടുക്കേണ്ടി വരും. നമ്മുടെ കോണ്ടെക്സ്റ്റിലേക്ക് നമുക്ക് വരും. അപ്പൊ അതിന് ആദ്യം വേണ്ടത് സാധാരണ ഇതിന്റെ ഒരു ദർശനമാണ് നമ്മൾ നോക്കേണ്ടത്. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വായിച്ചെടുക്കാവുന്നുള്ളൂ. മോറലൈസിങ് സ്റ്റഡി നമുക്ക് നടത്താവുന്നതാണ്. അതിന്റെ തുടർച്ചയായിട്ടാണ് കോണ്ടെക്സ്റ്റലൈസിങ് സ്റ്റഡി വേണ്ടത്. അപ്പോൾ ഇന്ന് സംഭവിക്കുന്നത്, ഇപ്പൊ സുവിശേഷമാണെങ്കിലും ബൈബിൾ ആണെങ്കിലും മോറലൈസിങ് സ്റ്റഡി നടത്തുന്നുണ്ട്. വാക്യങ്ങളെല്ലാം നമ്മൾ കാണാപ്പാഠം പഠിക്കുന്നുണ്ട്. വേണമെങ്കിൽ ബൈബിള് ക്വിസിന് 150 മാർക്ക് നമ്മൾ വായിക്കും. പക്ഷെ അത് കോണ്ടെക്സ്റ്റലൈസ് ചെയ്യുന്നില്ല. നമ്മുടെ ജീവിത സാഹചര്യമായിട്ട് ബന്ധിപ്പിക്കുന്നുള്ള വെറും ബൗദ്ധിക വ്യായാമമായിട്ട് തീരുക. നമ്മുടെ സഭാ പ്രബോധനങ്ങൾ അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബൗദ്ധിക വ്യായാമങ്ങളായിട്ട് കാര്യമില്ല.
ആ ടെക്സ്റ്റിനെ നമ്മുടെ കോണ്ടെക്സ്റ്റിലേക്ക്, നമ്മുടെ ജീവിത സാഹചര്യത്തിലേക്ക് കൊണ്ടുവരണം. അതിനെ സ്വാംശീകരിച്ച്, സാത്മീകരിച്ച്, സമഞ്ജസമായി സമന്വയിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, അതിൽ എന്ത് ഉൾക്കാഴ്ചയാണ് നമുക്ക് നൽകുന്നത്. ഈ ഉൾക്കാഴ്ചയിൽ നിന്ന് നമുക്ക് പുറംകാഴ്ചയിലേക്ക് ഉണ്ടാവുകയുള്ളൂ. ഒന്നാമത്തെ നമുക്ക് നൽകുന്ന ഉൾക്കാഴ്ച എന്നാണ്. ഉൾക്കാഴ്ച എന്നത് ഇൻസൈറ്റ് ആണ്. ഇൻസൈറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മളൊരു പദം ഉപയോഗിക്കാറുണ്ട്, വിഷൻ എന്ന് പറയുന്ന ഒരു പദം ഉപയോഗിക്കാറുണ്ട്. വിഷൻ എന്ന് പറയുന്നതിന് പദത്തിന് സമാനമാണ് ദർശനം എന്ന് മലയാളത്തിൽ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ വിഷൻ എന്ന് പറയുന്ന പദത്തിന്റെ 7 ഇരട്ടി കരുത്ത് ദർശനം എന്ന് പറയുന്ന പദത്തിനുണ്ട്. കാരണം ദർശനം എന്ന് പറയുന്ന ഒരു സംസ്കൃത പദമാണ്. ദർശനം എന്ന് പറയുന്നത് ഒരു അനുഭവമാണ്. അനുഭവങ്ങൾക്ക് ആധാരമായ അനുഭൂതിയാണ്. അപ്പോൾ ഈ വിഷനും ദർശനത്തിനും 2 ഘടകങ്ങളുണ്ട്, ഉൾക്കാഴ്ചയുണ്ട്, പുറംകാഴ്ചയുണ്ട്. ആദ്യം ഉൾക്കാഴ്ച ഉണ്ടാകുക. ഈ ഉൾക്കാഴ്ച ഉണ്ടാകുന്നതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഈ മാനസാന്തരത്തിന്റെ അരൂപിയില്ലാതെ ഇത് വായിച്ചാലും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമില്ലെന്നാണ് മാർപ്പാപ്പ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ മാനസാന്തരത്തിന്റെ അരൂപി എന്ന് പറയുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് സെമിനാർ നടത്താം. പത്തേലിത്തൂത്തിയെ കുറിച്ച് ഒരു 15-20 സെമിനാർ നടത്തിയിട്ട് ലേഖനങ്ങൾ ഇറക്കിയിട്ട് നമുക്ക് നടത്താൻ പറ്റും. പക്ഷെ ഈ പത്തേലിത്തൂത്തി നമ്മൾ വായിക്കേണ്ടത് ഇത് മാത്രമല്ല, ഏത് പ്രബോധനവും വായിക്കേണ്ടത്, വിശുദ്ധ ഗ്രന്ഥം വായിക്കേണ്ടത് ഈ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതെന്ത് ഉൾക്കാഴ്ചയാണ് നമുക്ക് പകരുന്നത്? നമ്മൾ പകരുന്ന ഉൾക്കാഴ്ചയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഉൾക്കാഴ്ചയുടെ അല്ലെങ്കിൽ മാനസാന്തരത്തിന്റെ കാഴ്ചയിലൂടെ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോഴാണ് പുറംകാഴ്ച നമുക്ക് കിട്ടുന്നത്. ഈ ഉൾക്കാഴ്ച നമുക്ക് നോക്കാം. ഈ ഉൾക്കാഴ്ച അഭിമന്യ പിതാവ് ഭംഗിയായിട്ട് സൂചിപ്പിച്ചിരുന്നു. ഈ 8 അധ്യായങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിന്റെ ഹെഡിങ്സ് സമയക്കുറവുണ്ടായിരുന്നു പിതാവിന്. അപ്പൊ ഇതില് 2ാമത്തെ അധ്യായത്തിലുണ്ട് ഈ പാതവക്കല് അല്ലെങ്കിൽ വഴിയരിയിൽ കിടക്കുന്ന ഒരു അപരിചിതം. എന്തൊരു ഭംഗിയായിട്ട് ദൈവശാസ്ത്രം അതിനകത്ത് അവതരിപ്പിച്ചേക്കണമെന്നറിയാം. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഈ ഫ്രാൻസിസ് പാപ്പയുടെ ലേഖനങ്ങൾക്കും സംസാരങ്ങൾക്കും കൂടുതൽ ജനപ്രിയത വരുന്നത്? ഇതേ ആശയങ്ങൾ തന്നെയാണ് ഇതിനു മുമ്പുള്ള ഇപ്പോൾ ദൈവശാസ്ത്ര ഇതിനു മുമ്പുള്ള പിതാക്കന്മാരെ എടുത്ത്, പരിശുദ്ധ പിതാക്കന്മാർ, ബെനഡിക്ട് പിതാവാണെങ്കിലും വിശുദ്ധ ജോൺ പോൾ പാപ്പയാണെങ്കിലും ധാരാളം പ്രബോധനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ദൈവശാസ്ത്ര പണ്ഡിതന്മാരായിരുന്നു. അപ്പോൾ ദൈവശാസ്ത്രത്തിന്റെയും തത്വശാസ്ത്രത്തിന്റെയും കാഴ്ചപ്പാടിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ സത്യത്തിൽ സ്നേഹം, സത്യാധിഷ്ഠിത സ്നേഹം എന്ന് പറയുന്ന ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ ലേഖനം പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു സെമിനാർ കേരളത്തിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ വെച്ചൊരു സെമിനാർ നടത്തുന്നുണ്ട്. അന്ന് കൊണ്ടുപോയിട്ട് അന്നത്തെ മന്ത്രിയായിരുന്നു നമ്മുടെ ഇപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫ്രാൻസിസ് പാപ്പ എന്ന് പറഞ്ഞ ലേഖനം എഴുതിയ നമ്മുടെ അദ്ദേഹം MP, അദ്ദേഹം അന്ന് അവിടെ കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്നു. ആ മന്ത്രിയാണ് അദ്ദേഹം. അന്നാണ് അദ്ദേഹം വായിക്കുന്നത്. പക്ഷെ വായിക്കുന്ന സമയത്ത് അദ്ദേഹം വന്നപ്പോൾ പറഞ്ഞു ആദ്യത്തെ 1-2 അധ്യായങ്ങൾ വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും നിറഞ്ഞു നിൽക്കുന്നു. ഇദ്ദേഹത്തിന്റെ ലേഖനങ്ങളൊക്കെ പാസ്റ്ററാണ്. അപ്പോൾ ഈ ഉൾക്കാഴ്ചയിലൂടെ ഒരു പാസ്റ്ററൽ വിഷൻ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ നോക്കിക്കൊണ്ട് ഈ വഴിയരിയിലെ കാഴ്ചയുണ്ട്, വഴിയോരത്ത് കിടക്കുന്ന കാഴ്ചയുണ്ട്. പിതാവ് സൂചിപ്പിക്കണം 5 ആളുകളെ കുറിച്ച് സൂചിപ്പിക്കുന്നു. എന്റെ ദൈവം ആ ലേഖനം വായിച്ചാലുണ്ട് നമുക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും. കാരണം നമ്മളുടെ വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. ഈ സഭ എന്ന് പറയുമ്പോൾ സഭയിലൊരു മാറ്റം ഉണ്ടാകണം. ഒരു കാരണം തെറ്റിദ്ധരിക്കരുത്. സഭ എന്ന് പറഞ്ഞാൽ മെത്രായനും അച്ഛന്മാരും കന്യാസ്ത്രീകളും മാത്രമല്ല, എല്ലാവരും ഉൾപ്പെട്ട വിശ്വാസികളാണ്. വിശ്വാസികളൊരു മാറ്റം ഉണ്ടാകും. എങ്ങനെയുള്ള മാറ്റം? വ്യക്തിപരവും സാമൂഹ്യപരവും സ്ഥാപനപരമായ മാറ്റം ഉണ്ടാകും. അപ്പോൾ ഇതിൽ കാണുന്നൊരു കാര്യം, വഴിയരികിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ലേവായനും പുരോഹിതനും, അഭിമന്യ പിതാവ് യഹൂദ പുരോഹിതനും ലേവായനും മറുവശത്തൂടി കടന്നു അവർക്ക് അവരുടേതായിട്ടുള്ള ന്യായങ്ങൾ ഉണ്ടായി കാണാതിരിക്കും. 3ാമത് വരുന്ന ഒരു ദരിദ്രനായ മനുഷ്യൻ അല്ലെങ്കിൽ തിരസ്കൃതനായ സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കിടന്നിരുന്ന ഒരു മനുഷ്യൻ കടന്നു വന്നിട്ടാണ് ജീവിതത്തെ രക്ഷപ്പെടുത്തുന്നത്. അതിന്റെ വ്യാഖ്യാനമുണ്ട്. ഒരു 72, 73, 74, 75, 76 ഈ ഖണ്ഡികകളൊക്കെ ഒന്ന് വായിച്ചാൽ മതി, ഞാൻ വിശദീകരിക്കുന്നില്ല. അതിൽ മാർപ്പാപ്പ പറയുന്ന ഒരു വലിയൊരു ആരോപണം പറയുന്നുണ്ട്. അതായത് ഈ വഴിവെക്കിൽ നോക്കാതെ പോയ പുരോഹിതൻ ലേവായനുണ്ട്. ഈ ലേവായം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ഈ പള്ളിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ആത്മായ പ്രവർത്തനമൊക്കെ വേണമെങ്കിൽ ലേവായമായിട്ട് കൂട്ടാം, നമ്മളെ പോലുള്ള ആളുകൾ. അതേസമയം പുരോഹിതൻ എന്ന് വെച്ചാൽ എക്സ്ക്ലൂസീവായിട്ട് നമ്മുടെ സിസ്റ്റേഴ്സും എല്ലാവരും ഒക്കെ പെടുന്ന, വൈദികരും മെത്രാനും ഒക്കെ പെടുന്ന ഒരു ഗ്രൂപ്പാണ്. ഇവര് രണ്ടുപേരും അപ്പുറത്തുകൂടി കടന്നു പോയപ്പോൾ ഇവര് കള്ളന്മാരുടെ കമ്പനിക്കാരാണെന്ന് പറയും. അതിന് സമൂഹത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ അപ്പുറത്തുകൂടി കടന്നു പോകുന്നവര് കള്ളന്മാരുടെ കൂട്ടുകാരാണെന്ന് ഒരു മാർപ്പാപ്പ പറഞ്ഞു. മറ്റു കാര്യങ്ങളൊക്കെ അഭിമന്യ പിതാവ് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഉൾക്കാഴ്ച എന്താ ചെയ്യേണ്ടത്? അതുപോലെ തന്നെ അദ്ദേഹം അതിർത്തികളെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അയൽക്കാരൻ എന്ന് പറയുന്നത് അത് ഈശോ തന്നെ പറയുന്നുണ്ട്. ആരാണ് എന്റെ അയൽക്കാരൻ എന്നുള്ളൊരു ചോദ്യത്തിനാണ് ഈശോ മറുപടി പറയുന്നത്. ഈശോയുടെ ഉത്തരം എന്താണെന്ന് അറിയാമല്ല, വിശുദ്ധ ഗ്രന്ഥം നോക്കിയാൽ അറിയാൻ പറ്റും.
ആരാണ് അവന്റെ അയൽക്കാരനായി തീർന്നതെന്നുള്ള മറുചോദ്യമാണ് ഇതിന് മറുപടി കൊടുക്കുന്നത്. അപ്പോൾ ഈ അയൽക്കാരനായി തീരുക എന്ന് പറയുന്നത് ലോകത്തിന്റെ അതിരുകൾക്ക് അപ്പുറത്തേക്കുള്ള എല്ലാവരുടെയും അയൽക്കാരനായി തീരുക എന്നുള്ളത്. പിന്നെ സ്നേഹത്തെ കുറിച്ചൊക്കെ മറ്റ് അധ്യായങ്ങളിൽ അദ്ദേഹം വിവരിക്കുന്നു. അപ്പൊ എന്താണ് ഉൾക്കാഴ്ച? ഇന്നത്തെ ലോകത്തിൽ അഭിനന്ദ അലക്സ് പിതാവ് സൂചിപ്പിച്ച പോലെ ഇന്നത്തെ ലോകത്തിൽ എല്ലാവരുടെ അയൽക്കാരനായി തീരുക എന്നുള്ളതാണ്. അത് വ്യക്തിപരമായി മാത്രമല്ല, സ്ഥാപനപരമായിട്ട് നമ്മൾ ചെയ്യുന്നു. സ്ഥാപനപരമായിട്ട് നമ്മൾ ആ കാര്യത്തിൽ നമ്മൾ വ്യക്തിപരമായിട്ട് മാത്രം അതിനകത്ത് ഒതുങ്ങി നിന്നാൽ പോരാ, സ്ഥാപനപരമായിട്ടും നമ്മൾ ആ കാര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ഉൾക്കാഴ്ചയിൽ നോക്കുമ്പോഴാണ് ഈ മാർപ്പാപ്പ ഇന്ന് നമ്മുടെ കേരള സഭ, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനതൊന്ന് കച്ചോട്ട് ചെയ്യണം, നമ്മൾക്ക് എന്താ നമ്മുടെ ഉൾക്കാഴ്ച നമ്മൾ നോക്കാം. നമ്മൾ കേരള സഭയ്ക്ക് എന്താണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറെ വ്യക്തികളെ വെച്ചിട്ടുണ്ട്, ഒരു മോറലൈസിങ് സ്റ്റഡി നടത്തിയിട്ട് കാര്യമില്ല. ഇതുപോലത്തെ ലേഖനങ്ങളൊക്കെ പലതും എഴുതിയിട്ട് അവിടെ ഒളിച്ചു വെച്ചിട്ടുണ്ടാവും. ഒരു മോറലൈസിങ് സ്റ്റഡി നടത്തി നോക്കാം. കഴിഞ്ഞൊരു 20 കൊല്ലക്കാലമായിട്ട് കേരള സഭ സ്വന്തം സുരക്ഷിതത്വങ്ങളിലേക്ക് ഒതുങ്ങുന്ന ഒരു ശൈലി പൊതുവെ കണ്ടുവരുന്നു. അത് നമ്മളെ സ്ഥാപനങ്ങൾ വേണം, സ്ഥാപനങ്ങൾ ആവശ്യമാണ്. പലപ്പോഴും തന്നെ സ്ഥാപനവൽക്കരണം എന്ന് പറയുമ്പോൾ സ്ഥാപനങ്ങൾ ആവശ്യമാണ്. പക്ഷേ സ്ഥാപനവൽക്കരണം എന്ന് പറയുന്നത് മനുഷ്യനേക്കാൾ കൂടുതൽ പ്രാധാന്യം സ്ഥാപനങ്ങൾക്ക് കൊടുക്കും. ഈ ചാക്രിക ലേഖനത്തിൽ തന്നെ മാർപ്പാപ്പ പറയുന്നുണ്ട്, ഇദ്ദേഹം ഈ അവശനായി കിടക്കുന്ന മനുഷ്യനെ കഴുതപ്പുറത്ത് കയറ്റി ചുമന്ന് ചെല്ലുമ്പോൾ ഒരു സത്രത്തിൽ എത്തിക്കണം. അവിടെ സത്രം ഇല്ലായിരുന്നെങ്കിൽ സത്രത്തിൽ എത്തിക്കാൻ പറ്റുമോ? അപ്പോൾ സ്ഥാപനം ആവശ്യമാണ്, ആളുകളുടെ സേവനത്തിന് വേണ്ടി സ്ഥാപനം ആവശ്യമാണ്. പക്ഷെ ഈ സ്ഥാപനങ്ങൾ ഇന്ന് സഭയുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, മറ്റ് സ്ഥാപനങ്ങളൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഇതുപോലെ മുറിവേറ്റവരെ, അലക്സ് പിതാവ് സൂചിപ്പിച്ച പോലെ മുറിവേറ്റ് കിടക്കുന്നവരെ അവരുടെ സംരക്ഷണത്തിനും സുരക്ഷയ്ക്കും വേണ്ടി തുറന്നു കൊടുക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ റോൾ ആരുടെ റോളാണെന്ന് അഭിനന്ദ പിതാവ് സൂചിപ്പിക്കുകയുണ്ടായി, മാർപ്പാപ്പ സൂചിപ്പിച്ചിട്ടുണ്ടാകും. നമ്മൾ അതുപോലെ തന്നെ ഇതുപോലെ തളർന്നു കിടക്കുന്ന ആളുകളെ, ഞാനും നിങ്ങളും ഒക്കെ തളർന്നു കിടക്കുന്ന ആളുകൾ ഇത്തരത്തിൽ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയി ആക്കുന്നുണ്ട്. അവിടെ നമ്മുടെ അധ്വാനത്തിന്റെ വിഹിതം പങ്കുവെക്കുന്നുണ്ട്. ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. ഇന്ന് കേരള സഭ നേടുന്ന മറ്റൊരു കാര്യം, നമ്മൾ ഉള്ളിലേക്ക് വലിഞ്ഞതുകൊണ്ട് നമ്മളിപ്പോ പൊതുവെ പറയുന്ന ഒരു പ്രശ്നം, ഞങ്ങളെയൊക്കെ ആക്രമിക്കാൻ വരുന്നു, ക്രിസ്ത്യാനികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നു, നമ്മുടെ ആനുകൂല്യങ്ങളൊക്കെ വേറെ ചില മതക്കാർ കൊണ്ടുപോകുന്നു. ഇത്തരത്തിലുള്ള ദുരാരോപണങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ ഭയപ്പെട്ട് കഴിയും. അതുകൊണ്ട് നമ്മൾ സംഘടിക്കണം, ഒരുമിക്കണം. ഇതിനൊക്കെ എന്താണ് ലോക്കൽ നാർസിസം എന്നാണ് മാർപ്പാപ്പ ഇതിനെ പറയുന്നത്. സ്വയം മെച്ചപ്പെടുത്തുക, ഞാൻ നല്ലതാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുക, എന്റെ കുടുംബമാണ്, എന്റെ റീത്താണ്, എന്റെ രൂപതയാണ്, എന്റെ ഇടവകയാണ് ഏറ്റവും നല്ലതെന്ന് കരുതുന്നത് തെറ്റാണ്. എന്റെ രാജ്യം എന്ന് പറയുന്നത് തന്നെ, ഇപ്പൊ മഹാത്മാഗാന്ധി ഇതിനകത്ത് ഉദ്ധരിച്ചത്, മഹാത്മാഗാന്ധി തന്നെ ദേശീയതക്കെതിരായിരുന്നു. അപ്പോൾ ഇന്ന് സഭ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? അതുപോലെ ഇതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? മറ്റുള്ളവർക്ക് എതിർക്കുക, ചീത്ത പറയുക, അവരെയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഭാഷണങ്ങളും ലേഖനങ്ങളും ഉന്നതന്മാരായ ആളുകൾ വരെ എഴുതി, ഉന്നതന്മാരായ പ്രഭാഷകന്മാർ വരെ മറ്റു മതക്കാരെ ആക്രമിച്ചുകൊണ്ട് എഴുതിയാണ്. ഇത് യഥാർത്ഥത്തിൽ എന്താണ്? സ്ഥാപനവൽക്കരിക്കപ്പെട്ട നമ്മുടെ ചിന്താഗതിയുടെ, ഇന്നിപ്പോ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിനെതിരെ അവരാണ് നമ്മളെ മുഴുവൻ ആക്രമിച്ച് നമ്മുടെ സാധനങ്ങളും അവകാശങ്ങളും കൊണ്ടുപോകുന്നത്. യാതൊരു സ്റ്റാറ്റിസ്റ്റിക്സും ഇല്ല, സ്ഥിതിവിവര കണക്കുകളും ഇല്ല. ക്രിസ്ത്യാനികളുടെ എണ്ണം കുറയുന്നതിന്റെ കാര്യം ഇവിടുത്തെ എന്താണ് ഈ ഡെമോഗ്രാഫിക് ഡാറ്റ എടുത്താൽ നമുക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് കുറയുന്നുള്ളൂ. ക്രിസ്ത്യാനികളുടെ മാത്രമല്ല, നമ്മളെക്കാൾ കുറവുള്ള മറ്റ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഹൈന്ദവരിലെ നായർ പോലുള്ള കമ്മ്യൂണിറ്റി കുറയുന്നു. കാരണം നമ്മുടെ മറ്റ് സോഷ്യോളജിക്കൽ റീസൺസ് ഉണ്ട്. ഇതൊന്നും കാണാതെ നമ്മളെല്ലാം തകർന്നുള്ള തെറ്റിദ്ധാരണ നമ്മൾ ഒതുങ്ങിയത്. അതുകൊണ്ട് എന്ത് പറ്റും? പുറത്തേക്ക് നോക്കാൻ നമുക്ക് പറ്റാതെ വരും. അപ്പോൾ ഈ രേഖ നമ്മളോട് പറയുന്നത് നമ്മളൊന്ന് പുറത്തേക്ക് നോക്കണം, പുറത്തേക്ക് നമ്മളൊന്ന് നോക്കണം എന്ന് പറയുന്നു. ഈ രേഖ നമ്മളെ പഠിപ്പിക്കുന്ന യഥാർത്ഥ ക്രൈസ്തവ രൂപി, ക്രിസ്തുവിന്റെ ദർശനങ്ങൾ സ്വാംശീകരിച്ച് കൊണ്ട് നമ്മൾ ഈ സമൂഹത്തിലേക്ക് നോക്കുകയാണ്, സമൂഹത്തിലേക്ക് നല്ല അയൽക്കാരനായി തീരുകയാണ്. അതിന്റെ അടിത്തറ എന്ന് പറയുന്ന മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്, സത്യം ഇതിന്റെ അടിത്തറയായിരിക്കും. ഞാൻ വചനം ഭാഗം എന്റെ ഗണ്ണികൊന്നും കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ പുറത്തെ ഒരു കാര്യം, 2 കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും, സമയം നീണ്ടു കഴിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ എന്താ പുറത്താണ് നോക്കും? ഇന്ന് പുറത്താണ് ലോകത്ത് നടക്കുന്നത്. നമ്മൾ ഇന്ത്യയൊന്നും നോക്കണ്ടേ? നമ്മുടെ കോൺടെക്സ്റ്റിൽ രേഖ ഈ സമൂഹത്തിൽ എങ്ങനെയാണ് നടക്കേണ്ടത്? അഭിമന്യ പിതാവ് ചില സൂചനകൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മാർപ്പാപ്പ ഇവിടെ ശപിച്ചു തള്ളിയ സ്വത്തിന്റെ കേന്ദ്രീകരണം, ലിബറലിസം, മുതലാളിത്തം, ഇതിന്റെ കേന്ദ്രീകരണത്തിന്റെ ഫലമായിട്ട് നമ്മുടെ നാട്ടില് സ്വത്ത് മുഴുവൻ ചില ആളുകളുടെ കയ്യിലേക്ക് കേന്ദ്രീകരിക്കണം. കഴിഞ്ഞ ഒരു 10-40 ദിവസം ഇന്ത്യ മുഴുവൻ അടച്ചിട്ടു. ആളുകൾക്ക് പണിയില്ലാണ്ടായി, പട്ടിണി കിടന്നു, ദുരിതങ്ങൾ അനുഭവിച്ചു, ദാരിദ്ര്യത്തിലേക്ക് മുതലക്കൂപ്പ് പോയി. ഈ സമയത്തും ചില ആളുകൾക്ക് സ്വത്ത് വിവരങ്ങൾ കൂടിയ കാര്യമൊക്കെ നമ്മുടെ പത്രത്തിൽ. രണ്ടാമത് വിവേചനങ്ങൾ.
അപ്പോൾ നമ്മുടെ ഭരണഘടന നമ്മൾ നോക്കണം. ഭരണഘടന നോക്കുമ്പോൾ ഞാൻ നമ്മളുടെ ഈ രേഖയില് ലിബർട്ടി, ഫ്രട്ടേണിറ്റി, ഈക്വാളിറ്റി 3 മൂല്യങ്ങളെ കുറിച്ച് പറയുന്നു. ഇത് 3 ഫ്രഞ്ച് വിപ്ലവകാലത്ത് വന്നതാണ്. പക്ഷെ അതൊന്നുമല്ല, ക്രൈസ്തവീയമാണ് ഈ മൂല്യങ്ങളുടെ അടിത്തറ. മറ്റു മതങ്ങളിലുണ്ടായിട്ടുണ്ട്, ബൗദ്ധ മതത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതേസമയം നമ്മുടെ ബ്രാഹ്മണിക്കൽ മതത്തിൽ അതില്ല. ബ്രാഹ്മണിക്കൽ മതത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ ജാതി അടിസ്ഥാനത്തിൽ എല്ലാ മനുഷ്യരും തുല്യരല്ലെന്നാ പറയുന്നു. അപ്പോൾ ഈ ലിബർട്ടി, ഈക്വാളിറ്റി, ഫ്രട്ടേണിറ്റി, ഇത് മാർപ്പാപ്പ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഫ്രട്ടേണിറ്റിയെ കുറിച്ച് പറയുന്നു. ഈ ഫ്രട്ടേണിറ്റി, ഈ സത്യം, ഈ ഫ്രട്ടേണിറ്റിയിൽ നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയിൽ മറ്റൊരു വാക്കുകൂടി നീതി എന്ന് പറയുന്ന വാക്കുണ്ട്. ഈ 4 കാര്യങ്ങളുണ്ട്. ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് ഇവിടെ 3 കാര്യങ്ങൾ സാധിച്ചാലാണ് നീതിയും ലിബർട്ടിയും ഇക്വാളിറ്റിയും ഉണ്ടെങ്കിലാണ് ഫ്രട്ടേണിറ്റി ഉണ്ടാവുന്ന ഈ രേഖയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മുടെ സഭയുടെ റോൾ? നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ട് നമ്മുടെയൊക്കെ നഷ്ടപ്പെട്ടു പോകും. നമ്മളിവിടെ നഷ്ടപ്പെട്ടു പോകും എന്ന് പറയുമ്പോൾ നമ്മുടെ ദളിത് ക്രൈസ്തവർക്ക് മൃഗതുല്യമായിട്ട് ജീവിക്കുമ്പോൾ അതിനെതിരെ നമുക്ക് ഒരുമിച്ച് ശബ്ദം ഉയർത്താൻ കഴിയുന്നില്ല. വലിയൊരു പ്രതിസന്ധി നേരിടുക. അപ്പോൾ ഈ പുറത്തു കിടക്കുന്ന കാര്യങ്ങൾ, ദളിത് പീഡനം, സ്റ്റാൻ സ്വാമിയുടെ കാര്യം പറഞ്ഞു. സ്റ്റാൻ ലൂർസ്വാമി എനിക്ക് നേരിട്ട് പരിചയമുള്ള ആളായിരുന്നു. 2-3 വർഷം ഞങ്ങൾ തമ്മിൽ ബന്ധം പുലർത്തുന്ന ആളാണ്. ആ സ്റ്റാൻ ലൂർസ്വാമി അച്ഛനെ പോലുള്ള ആളിനെ അറസ്റ്റ് ചെയ്താക്കിയത് അത് ക്രൈസ്തവ പീഡനമല്ല, വിഡ്ഢിത്തരമാണ്. നമ്മൾ അങ്ങനെ പറയുന്നുണ്ട്. അച്ഛന്റെ കൂടെ 14 പേര് അറസ്റ്റായിരുന്നു. മനുഷ്യാവകാശ ലംഘനമാണ്. എതിർക്കുന്നവരെയൊക്കെ ജയിലിലാക്കിയാണ്. ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങൾ രൂപപ്പെട്ടു വരികയാണ്. അതുപോലെ തന്നെ ഇപ്പൊ കർഷക നിയമം, തൊഴിലാളികളുടെ നിയമങ്ങള്, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള സമുദ്ര നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒന്നും പാർലമെന്റിൽ പോലും ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായിട്ട് ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ എതിർക്കാനുള്ള ഒരു ധൈര്യവും സാമൂഹ്യ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന സാഹോദര്യം എന്ന് പറയുന്നത്, സാമൂഹ്യ സൗഹൃദവും ആഗോള സാർവലൗകിക സാഹോദര്യം എന്ന് പറഞ്ഞ ഈ രേഖ നമ്മളോട് പറയുന്നു. ഇതൊക്കെ കാണാൻ ചെയ്യാൻ നമ്മൾ ഈ രേഖ വായിച്ചിട്ട് കാര്യം. എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്ന പോലെയാണ്. ഈ സർ CP രാമസ്വാമിയര് മദ്രാസിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം സ്കൂളിൽ പഠിച്ച് ക്രിസ്ത്യൻ സ്കൂളിലായിരുന്നു. എല്ലാ കാറ്റഗറിസത്തിലും ഫസ്റ്റ് റാങ്ക് അദ്ദേഹത്തിനായിരുന്നു പറയുന്നത്. 1ാം സ്ഥാനം കിട്ടി. എല്ലാ ക്ലാസ്സിലും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ നമ്മൾ സെമിനാർ നടത്താൻ വേണ്ടി പഠിച്ചിട്ടല്ല. പഠിക്കണം. അഭിവന്യ പിതാവ് സൂചിപ്പിച്ച എല്ലാ കാര്യങ്ങളും കമ്പോട് പഠിച്ചിട്ട് അഭിവന്യ അലക്സ് പിതാവ് സൂചിപ്പിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിനകത്ത് ചില ആശയങ്ങളുണ്ട്. 1, യുദ്ധം, അഭിവന്യ പിതാവ് സൂചിപ്പിച്ചു. 2, അടിമത്തം. ഈ രേഖ പറയുന്നത് എന്തുകൊണ്ടാണ് സഭ ഈ അടിമത്തത്തെ ന്യായീകരിക്കുന്നത് എനിക്ക് മനസ്സിലാകണമെന്ന പിതാവ് പറഞ്ഞു. 3ാമത്തെ കാര്യം സൂചിപ്പിക്കും. ഇതിന്റെ 253ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് എല്ലാ മനുഷ്യരെയും ദൈവം സ്നേഹിക്കുക. രാജീവ് സൂചിപ്പിച്ച കാര്യം, നമ്മുടെ രാജീവ് മുൻ MP ശ്രീ P. രാജീവ് കഴിഞ്ഞ ദിവസം സെമിനാറിൽ സൂചിപ്പിച്ച കാര്യം അഭിവന്യ പിതാവ് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും, അത് ഈശ്വരവിശ്വാസിയാണോ, ക്രിസ്ത്യാനിയാണോ, ഹിന്ദുവാണോ, മുസ്ലിമാണോ എന്നുള്ള തലത്തിലേക്ക് എല്ലാവരിലേക്കും നമ്മുടെ ആശയങ്ങൾ എത്തണം. അതാണ് ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. അത് മതത്തിന്റെ പരിമിതിയിൽ ഒതുക്കേണ്ടതല്ല. നമ്മൾ ഇവിടുത്തെ ഒരു കമ്പനി നടത്തുകയും അപ്പുറത്ത് വേറൊരാൾ കമ്പനി നടത്തുകയും ചെയ്യുന്ന ആളുകൾ. അപ്പോൾ ഒരുമിച്ചുള്ള സാക്ഷ്യം എന്തിനു വേണ്ടി? ലോകം മുഴുവൻ പടരുന്ന ഒരു സാഹോദര്യത്തിന് വേണ്ടി, അതിർവരമ്പുകളില്ലാത്ത ഒരു സാഹോദര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സാക്ഷ്യം നമുക്ക് ഉണ്ടാക്കണം. അതാണ് നമുക്ക് നൽകുന്ന പുറം കാഴ്ച. അത് ഈ ഉൾക്കാഴ്ച, ഈ മാനസാന്തരപരമായ ഉൾക്കാഴ്ച ഉണ്ടാകണം. ആ ഉൾക്കാഴ്ച ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് റീത്ത് പറഞ്ഞുകൊണ്ടും രൂപതകൾ പറഞ്ഞിട്ടും ഇടവക പറഞ്ഞിട്ടും മറ്റു മതങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടൊക്കെ നമുക്ക് പരസ്പരം കലഹിച്ചുകൊണ്ട് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ എനിക്ക് എവിടെന്നെങ്കിലും കിട്ടുമെങ്കിൽ ആരെ വേണമെങ്കിലും ഒറ്റ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. അതല്ല വേണ്ടത്. ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങൾ, ഇവിടുത്തെ ദളിത് വിഭാഗങ്ങളുണ്ട്. ദളിത് വിഭാഗം എന്ന് പറയുന്നത് ദളിത് ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അവരുടെ നീതിക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ നമ്മളൊന്നൊരു പുനർചിന്ത ഇവിടെ ആവശ്യപ്പെടുകയാണ്. ഇപ്പോൾ മാർപ്പാപ്പ പറഞ്ഞ ഒരു സെന്റൻസ് ഉണ്ട്, എല്ലാവർക്കും തുല്യ അവകാശം ഉണ്ടെങ്കിൽ പാവപ്പെട്ടവർക്ക് കൂടുതൽ കരുതൽ സ്റ്റേറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ നിൽക്കണം. ഏതായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് എന്താണ്, നമ്മൾ ഇന്നത്തെ ഇവിടെ നമ്മൾ തമ്മിൽ വഴക്കിട്ടുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ന്യൂനപക്ഷ വിഭാഗങ്ങളും ദളിതരും തമ്മിൽ വഴക്കിട്ടുകൊണ്ട് എല്ലാവരും തമ്മിൽ വഴക്കിട്ടുണ്ട്. എല്ലാ വിഭാഗം ആളുകളും തമ്മിൽ ഇങ്ങനെ ഒന്നിച്ച് വഴക്കിട്ടുകൊണ്ട് നിന്നാ പോരാ. എന്നാണ് മുങ്ങിത്താന്നുകൊണ്ടിരിക്കുന്ന കപ്പലില് യുദ്ധം ഉണ്ടാകുന്ന പോലത്തെ ഒരു സാഹചര്യമാണ്. ആ യുദ്ധം ഉണ്ടാകുന്ന പോലത്തെ സാഹചര്യം ഒഴിവാക്കണം. കാരണം നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു സാക്ഷ്യം വഹിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമുക്ക് ഇത് ഒരു അവസരമായിട്ട്, ദൈവം തന്ന അവസരമായിട്ട് ഇതിനെടുത്തുകൊണ്ട് നമ്മുടെ കേരള സഭയെ, കേരള സമൂഹത്തെ, ജനങ്ങളെയും നവീകരിച്ചുകൊണ്ട് ഒരു സാഹോദര്യമുള്ള, സാർവലൗകിക സാഹോദര്യമുള്ള ഒരു സമൂഹമായിട്ട് നമുക്ക് വളർന്നു നിൽക്കാം. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. സമയം കൊണ്ട് നമ്മൾ ഇതിന്റെ
നമ്മൾ വിഭാവനം ചെയ്യുന്ന നമ്മളായിരിക്കുന്ന മേഖലയെക്കുറിച്ച് അല്പം ഒന്ന് ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. തൊഴിലുമായി ബന്ധപ്പെട്ടാണ്. ചാക്രിക ലേഖനങ്ങളെ മനസ്സിലാക്കുന്നതിനെ കുറിച്ച് ആമുഖമായിട്ട് ഒരു കാര്യം ഒന്ന് സൂചിപ്പിക്കട്ടെ. കാരണം സഭ എപ്പോഴാണ് ചാക്രിക ലേഖനം എഴുതപ്പെടുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് ചാക്രിക ലേഖനം ആവശ്യമായി വരിക എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ നിലപാട് സഭ പറയുന്നുണ്ട്. ആത്മാവിന്റെ രക്ഷയിലും സമൂഹത്തിന്റെ ധാർമ്മികതയിലും വീഴ്ചകൾ സംഭവിക്കുമ്പോൾ സഭയുടെ പ്രവാചക ദൗത്യം എന്നുള്ള രീതിയിലാണ് ചാക്രിക ലേഖനങ്ങൾ പുറത്തു വരിക എന്നാണ് പറയുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ആത്മാവിന്റെ രക്ഷയും സാമൂഹിക ധാർമ്മികതയും. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ജോയ് സാറും കാര്യമായി സൂക്ഷിച്ചു വെച്ച് അല്ലെങ്കിൽ ഇപ്പോൾ സംസാരിച്ചതെന്ന് നമുക്ക് നോക്കാം. ചാക്രിക ലേഖനം, ഈ ഒരു ചാക്രിക ലേഖനം എന്നുള്ളത് മാത്രമല്ല, ഏത് ചാക്രിക ലേഖനങ്ങളും മനസ്സിലാക്കുമ്പോൾ പ്രത്യേകിച്ചും ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. നമ്മളുടെ ഈ ചാക്രിക ലേഖനം ഇപ്പോൾ പറയുന്ന നമ്മളുടെ സർവരും സോദരർ എന്ന് പറയുന്ന ഈ ചാക്രിക ലേഖനത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് കടക്കുമ്പോൾ തന്നെയും ഒരു 3-4 കാര്യങ്ങൾ നമ്മളുടെ മനസ്സിൽ ആമുഖമായി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഒരു ഉള്ളറകളിലേക്ക് പോകാൻ വേണ്ടി പറ്റുകയുള്ളൂ. അതിലൊന്ന് മനുഷ്യ മഹത്വം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യന് മഹത്വം ഉണ്ടാകുന്നത് എന്നുള്ള സഭയുടെ ദർശനത്തെക്കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാകണം. അത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നില്ലാത്തത് കൊണ്ട് വെറുതെ ഒന്ന് സൂചിപ്പിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് മനുഷ്യന് മഹത്വം ഉണ്ടാകുന്നത്. മുൻ നമ്മുടെ സഭാ പഠനങ്ങളെക്കുറിച്ചും നിലപാടുകളെക്കുറിച്ചും അറിയാവുമ്പോൾ നമുക്കത് ആ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റും. മറ്റൊന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പൊതുനന്മ എന്നൊരാശയം എന്താണ്, സഭയുടെ നിലപാട് എന്നുള്ളത് അറിയുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് ഈ ചാക്രിക ലേഖനത്തിന്റെ വലിയ കാര്യങ്ങളിലേക്ക് കടന്നു പോകാൻ വേണ്ടി പറ്റുക. പൊതുനന്മ, ആ പൊതുനന്മ ഈ ചാക്രിക ലേഖനം മുഴുവൻ വിശദീകരിക്കുന്നുണ്ട്. Sebastian sir. Sebastian. ോടുള്ള നമ്മളുടെ പ്രത്യുത്തരമാണ് വിശ്വാസം. അപ്പൊ ഇവിടെയും മനുഷ്യന്റെ ഒരു പ്രവൃത്തി കാണുന്നുണ്ട്. അപ്പൊ ദൈവികമായ ഒരു നിക്ഷേപത്തെ പിൻചൊന്ന് നമ്മൾ അന്വേഷണം നടത്തുമ്പോൾ കിട്ടുന്ന വെളിപ്പെടുത്തലുകളോട് നമ്മൾ നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം. ഈ ചാക്രിക ലേഖനം ചർച്ച ചെയ്യപ്പെടുന്നത് ജോയ് സാർ ഇപ്പോൾ നമ്മളുടെ മാനസാന്തരത്തിന്റെ മേഖലകൾ പറഞ്ഞത് മുഴുവൻ ഈ പ്രത്യുത്തരത്തെ കുറിച്ചാണ്. ഏത് രീതിയിലാണ് നമ്മളുടെ മുമ്പിൽ വെളിപ്പെടുത്തപ്പെട്ട സാഹചര്യങ്ങളോട് ക്രിസ്തീയമായ രീതികൾ നമ്മൾ പ്രതികരിക്കുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അതാണ് ഇവിടെ വിശ്വാസം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് പറയണമെന്ന് ഞാൻ പറഞ്ഞു. മറ്റൊന്ന് ക്രിസ്തീയത. എന്താണ് ക്രിയ ലേഖനത്തിൽ ഏറ്റവും അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, എന്താണ് ക്രിസ്തീയത? അപ്പൊ ക്രിസ്തീയത എന്താണെന്നും കൂടി ഒന്ന് നിർവചിച്ച് വെക്കേണ്ടതുണ്ട്. അത് അവസാനം നമുക്ക് കാണാമെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇത്രയും ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ ഈ ചാക്രിക ലേഖനത്തെ നമ്മളൊന്ന് നോക്കിക്കാണേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അല്ലെങ്കിൽ എന്നോട് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗത്തിലേക്ക് ഒന്ന് കടന്നു പോവുകയാണ്. ഈ ഒരു ചാക്രിക ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മളിപ്പോൾ കേരള ലേബർ മൂവ്മെന്റ് ചിന്തിക്കുന്നത് തൊഴിലുമായി ബന്ധപ്പെട്ട് ഇതിനകത്തു നിന്നുണ്ടാകുന്ന നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു പരിപ്രേക്ഷ്യം എന്ത് എന്ന് ചിന്തിക്കുകയാണ്. ഈ ഒരു ചാക്രിക ലേഖനത്തിൽ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത, മറ്റു പല ചാക്രിക ലേഖനങ്ങളും ഒരു വിഷയബന്ധിതമായി അവതരിപ്പിച്ചപ്പോൾ ഇവിടെ ഫെഡറൽ ട്യൂട്ടിയില് മാർപ്പാപ്പ പറയുന്നത് ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് സ്വീകരിക്കുന്നതായിട്ട് കാണാം. എല്ലാ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന എല്ലാ വിഷയങ്ങളെയും വളരെ ഹൃദയത്തിൽ തൊടുന്ന ഭാഷയിൽ ഇതിനകത്തേക്ക് ചുരുങ്ങിയ താളുകളിലൂടെ എഴുത്തുകളിലൂടെ സംയോജിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത്രയും നല്ല ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് സ്വീകരിച്ചിരിക്കുന്ന മറ്റൊരു സാമൂഹിക ചാക്രിക ലേഖനം ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രത്യേകമായി തൊഴിൽ എന്നൊരു ചാപ്റ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ തൊഴിലാളികൾ എന്ന് പറയുന്ന അവരനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ചൊരു ചാപ്റ്റർ വെച്ചിട്ടൊന്നും നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റുകയില്ല. ആ ഒരു അപ്രോച്ചിലൂടെയാണ് നമ്മൾ ഇതിനകത്ത് നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്തേണ്ടത്. പിന്നെ ആ പദമൊന്നും നമ്മുടെ മനസ്സിൽ വരേണ്ടതുണ്ട്. സഹോദരർ എന്നുള്ള ഒരു പദമുണ്ട്. സഹോദരരാണ്, അതായത് സഹ ഉദരത്തിൽ ജനിച്ചവരാണ്. അപ്പൊ മനുഷ്യന്റെ സഹോദരർ ആരൊക്കെ എന്നൊരു ചോദ്യം സ്വാഭാവികമായും വരുന്നുണ്ട്. ആരാണ് എൻ്റെ സഹോദരർ? മനുഷ്യന്റെ സഹോദരർ ആരാണ്? ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യത്തെ ഭാഗത്തേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് അതിന്റെ ഉത്തരങ്ങളും കിട്ടും. മനുഷ്യനാണ് ഏറ്റവും ഇളയ സന്തതി. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഇളയ സന്തതി, ദൈവത്തിന്റെ ഇളയ സന്തതി ആരാന്ന് ചോദിച്ചാൽ അത് മനുഷ്യരാണ്. അപ്പൊ ദൈവത്തിന്റെ മൂത്ത സന്തതി ആരാന്ന് ചോദിക്കുമ്പോഴാണ് ഇതിന് തൊട്ട് മുമ്പത്തെ ചാക്രിക ലേഖനങ്ങളോട് നമ്മൾ ഭൂമി അല്ലെങ്കിൽ പ്രപഞ്ചം എന്ന് പറയുന്ന വലിയ സംവിധാനത്തെക്കുറിച്ചും അതിൽ ഭൂമി എന്ന് പറയുന്ന പൊതുഗേഹത്തെക്കുറിച്ചും ഒക്കെ പറയുന്നത് അവിടെയാണ്. അപ്പൊ നമുക്ക് മുൻപേ ദൈവത്തിൽ നിന്നും ഇവിടെ വന്നു പോയവരൊക്കെ അല്ലെങ്കിൽ വന്നിട്ടുള്ളവരൊക്കെ നമ്മളുടെ സഹോദരരാണ്. ഈ ഒരു ചിന്തയിൽ നിന്നാണ് അസീസി ഈ ലോകത്തിലുള്ള സകല ചരാചരങ്ങളെയും തന്റെ സഹോദരൻ അല്ലെങ്കിൽ സഹോദര എന്ന് വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ മനുഷ്യനെ മാത്രമാണ് വീക്ഷിക്കുന്നത് എന്ന് ധരിക്കുന്നതും തെറ്റാണ്.
അപ്പോൾ അത് പ്രപഞ്ചം മൊത്തമായി കാണുന്ന ഒരു സാഹോദര്യത്തെയാണ് ദൈവം ഈ മാർപ്പാപ്പ ഇവിടെ അവതരിപ്പിച്ചു വെക്കുന്നുള്ള ഒരു പൊതു കാര്യം കൂടി പറയുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കടന്നു വരാം. സർവരും സഹോദരും എന്നുള്ള ഇതിൽ ഒരു തൊഴിൽ വീക്ഷണം എന്താണ്? ആ തൊഴിൽ വീക്ഷണത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ അലക്സ് പിതാവ് സൂചിപ്പിച്ചു വെക്കുകയുണ്ടായി, ജോയി സാറും അത് പരാമർശിച്ചു പോയി. തൊട്ട് മുമ്പ് വന്ന സത്യത്തിൽ സ്നേഹം എന്ന് പറയുന്ന ചക്രീയ ലേഖനത്തിൽ ബെനഡിക്ട് പിതാവ് ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ദാരിദ്ര്യം എന്ന് പറയുന്നത്. അതായത് ഒറ്റയ്ക്കായിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ദാരിദ്ര്യം. ഇവിടെയും 27-28 ആർട്ടിക്കിളിൽ മാർപ്പാപ്പ അത് തന്നെ എടുത്ത് കോട്ട് ചെയ്തിട്ട് അതിനെ വേറൊരു രീതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താണ്? അസ്തിത്വമില്ലായ്മയാണ്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ആർക്കും അസ്തിത്വം ഉണ്ടാകുന്നില്ല. അപ്പൊ ഒറ്റയ്ക്ക് നിൽക്കുന്ന അസ്തിത്വമില്ലായ്മയുടെ സാഹചര്യത്തെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഒരാൾക്കൊരു അസ്തിത്വം ഇല്ലാതെ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഒറ്റപ്പെടലാണ് എന്ന് പറഞ്ഞു വെക്കും. രണ്ടാമത്തെ ഒരു കാരണം പറഞ്ഞു വെക്കുന്നത്, ക്രൈസ്തവ ദർശനം തന്നെ ഒരു ക്രിസ്തീയത, അല്ലെങ്കിൽ മുമ്പ് ഞാൻ സൂചിപ്പിച്ചു വെച്ച ഒരു കാര്യം കൊണ്ട് ഉത്തരം പറയാതെ പോയത്, എന്താണ് ക്രിസ്തീയത? ക്രിസ്തീയതയുടെ ഒരു ദർശനം തന്നെ എന്ന് പറയുന്നത് കൂട്ടായ്മയുടെ ദർശനമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഒരു കൂട്ടായ്മ ആണ് നമ്മളുടെ വിശ്വാസത്തിന്റെ അടിത്തറ എന്ന് പറയാം. അതുകൊണ്ട് ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ക്രിസ്തീയത അല്ലെന്ന് മുൻ മാർപ്പാപ്പമാർ പറഞ്ഞതിനെ കുറേയും കൂടി ഹൃദയത്തിൽ തൊടുന്ന ഭാഷയിൽ ഇവിടെ അവതരിപ്പിച്ചു വെക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മളുടെ തൊഴിലുമായി അതിനൊന്ന് ചേർത്ത് വെക്കേണ്ടത്. തൊഴിലിന് 2 മാനങ്ങളുണ്ട് എന്ന് വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ. അതായത് തൊഴിൽ എന്ന് പറയുന്നത് 2 മാനങ്ങൾ. ഒന്ന് വ്യക്തിപരമായ ഒരു മാനവുമുണ്ട്, സാമൂഹ്യപരമായ ഒരു മാനവുമുണ്ട്. ഈ സാമൂഹ്യപരമായ മാനം എന്ന് പറയുന്നിടത്താണ് തൊഴിലെടുക്കുന്നവനും തൊഴിലിന്റെ ഫലം സ്വീകരിക്കും സാഹചര്യങ്ങളെ കുറിച്ചുള്ള ഒരു വിശകലനം, ഒരു കാവ്യാത്മകമായ ഭാഷയാണ്. തലക്കെട്ടുകളുടെയൊക്കെ കാര്യങ്ങൾ നമ്മളുടെ പിതാവ് സൂചിപ്പിച്ച് നിങ്ങൾ ഓർത്തു വെക്കുക. അടച്ചിട്ട ലോകത്തിന്റെ നിഴൽപ്പാടുകൾ എന്നൊക്കെ പറയുമ്പോൾ, പാതയോരത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ അപരിചിതം എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു സാഹിത്യ ഭാഷയുണ്ട്. അത്രയും ഹൃദയത്തിൽ തൊടുന്ന ഒരു ഭാഷയാണ്. അപ്പൊ ഇങ്ങനെ ആ ഒരു കാര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കാര്യത്തിലേക്ക് കടന്നു വരുന്നത്. അവിടെ മാർപ്പാപ്പ തൊഴിലുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ ഒരു മാറ്റം സംഭവിക്കുന്നത് ഈ അടച്ചിട്ട ലോകത്തില് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ, ആ സാഹചര്യങ്ങളൊക്കെ മുമ്പ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആവർത്തിക്കാത്തത്, മാറ്റങ്ങൾ സംഭവിക്കണമെങ്കിൽ 2 കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് സർഗാത്മകതയും പരസ്പര ആശ്രയത്വമാണ്. ക്രിയേറ്റിവിറ്റിയെ കുറിച്ചും ഒരു ഇന്റർ ഡിപ്പെൻഡൻസിനെ കുറിച്ചും അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്. അപ്പൊ ഈ സർഗാത്മകതയും പരസ്പര ആശ്രയത്വവും വെളിപ്പെടുത്തുന്നതിനുള്ള മാർഗം എന്ന് പറയുന്നത് അവന്റെ പ്രവൃത്തി ആണ് എന്ന് പറയുന്നത്. അപ്പൊ ഒരാളുടെ സർഗാത്മകതയും അവന്റെ മറ്റുള്ളവരോടുള്ള ആശ്രയത്വവും എങ്ങനെയാണ് പ്രകടിപ്പിക്കുക എന്നുള്ളതിന് മാർപ്പാപ്പ കൃത്യമായി 22ാമത്തെ ഖണ്ഡികയിൽ പറയുന്നു വെക്കുന്നുണ്ട്. അത് അവന്റെ പ്രവൃത്തിയിലൂടെയാണ്. തൊഴിലിനെ നിർവചിക്കുന്നവർക്കും ഇത് തന്നെയാണ് പറയുന്നത്. ഒരാളുടെ ക്രിയാത്മകതയാണ് സമൂഹത്തോട് മറ്റു വസ്തുക്കളുള്ള പരസ്പര ആശ്രയത്വവുമാണ് തൊഴിൽ ആയിട്ട് മാറുന്നത്. അപ്പൊ അവന്റെ തൊഴിലിലൂടെയാണ് നമുക്ക് ഈ സർഗാത്മകതയും പരസ്പര ആശ്രയത്വവും സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നൽകുക. ഇത് പൊതുനന്മയെ വളർത്തിക്കൊണ്ടുവരുന്നതായിരിക്കണം. പൊതുനന്മ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇത് പൊതുനന്മയെ വളർത്തിക്കൊണ്ടുവന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഒരു 1ാമത്തെ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു നമ്മളുടെ തൊഴിലുമായി ബന്ധപ്പെടുത്തി ഒന്നെടുക്കാൻ വേണ്ടി കഴിയുന്നു. 2ാമത്തെ ചാപ്റ്ററിന്റെ ഉള്ളിടത്ത് ഞാൻ തൊഴിലിനെ കുറിച്ച് മാത്രം ഒന്ന് കേന്ദ്രീകരിച്ചാണ് ആ ഭാഗത്തെ കാണുന്നത്. കഥ തുടങ്ങുന്നത് തന്നെ ഒരു കാര്യത്തിലാണ്. ആ കഥ തുടങ്ങുന്നത് ഇങ്ങനെ ഏകനായി നടക്കുന്ന ഒരു സഞ്ചാരിയിലാണ് കഥ ആരംഭിക്കുന്നത്. ഒറ്റപ്പെടലിനെ കുറിച്ച് ആദ്യം പറഞ്ഞത് തന്നെയാണ് ഈ ചാപ്റ്ററിലും കടന്നു വരുന്നത്. ഏകനായി നടന്നു പോകുന്നവനാണ് ആക്രമിക്കപ്പെടുന്നത് നമുക്കറിയാം. അപ്പോൾ ഒരു കൂട്ടുസഞ്ചാരത്തിന്റെ പ്രസക്തി എന്തുമാത്രം ഉണ്ട് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നവന്റെ മുമ്പിൽ വരാൻ പോകുന്ന അപകടങ്ങളെ കുറിച്ചുള്ള ഒരു അവബോധമില്ലായ്മ വ്യക്തികൾക്കുണ്ടെങ്കിൽ അതെവിടെയാണ് ചെന്നെത്തുക എന്നുള്ളതും കൂടി നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. പിന്നെ അടുത്ത ഒരു ചോദ്യം നമ്മളുടെ മനസ്സിലേക്ക് വരുന്നതാണ്, ജോയി സാർ സൂചിപ്പിച്ചു വെച്ചു, സഭ ഒരു സത്രമാണോ എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ്. സഭ ഒരു സത്രമാണോ? അതിനകത്ത് പിന്നീട് സോഷ്യൽ ചാരിറ്റിയെ കുറിച്ചൊക്കെ മാർപ്പാപ്പ പിന്നീട് താഴെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മുറിവേറ്റവനെ പരിചരിക്കാൻ വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന, അവനെ പരിചരിപ്പിക്കാൻ വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന ഒരു സത്രം മാത്രമായി നമ്മൾ മാറിപ്പോകുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ പരിചരണത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് അതിന് മുൻപേ ആയി മാറേണ്ടത് വ്യക്തികളാണ്. പിന്നെ പിതാവ് സൂചിപ്പിച്ച ഒരു ആശയം ഇവിടെ വരുന്നുണ്ട്, ഞാനാണോ എൻ്റെ സഹോദരന്റെ കാവൽക്കാരൻ? ഈ ചോദ്യം വളരെ പ്രസക്തമാണ് തൊഴിലുമായി. ഇത് നമ്മുടെ തൊഴിലിനെ കുറിച്ച് പറയുന്നതാണ്. സഹോദരനെ കൂടി പരിഗണിക്കാത്ത
അധ്വാനത്തിന്റെ ഫലം എന്ന് പറയുന്നത് ഒരിക്കലും ദൈവത്തിന് സ്വീകാര്യമാവില്ല എന്നുള്ളൊരു വലിയ പാഠം അവിടെയുണ്ട്. അപ്പൊ നമ്മുടെ അധ്വാനത്തിന്റെ ഫലത്തിന്റെ ഒരു താരതമ്യമാണ് ഒരുപക്ഷെ ഈ സാഹോദര്യത്തെ തകർക്കുന്ന തലത്തിലേക്ക് അവിടെ എത്തിയത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അവിടെയാണ് ദൈവം ചോദിക്കുന്നത്, നിന്റെ സഹോദരൻ എവിടെ? ആ സഹോദരന്റെ ആ ഒരു സാഹോദര്യമാണ്. അപ്പൊ തൊഴിലുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരേണ്ട സാഹോദര്യത്തെ കുറിച്ച് ഇവിടെ കൃത്യമായി നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യമാണ്. പിന്നെ അവിടെ ഈ മുറിവേറ്റപ്പെട്ടവനോടും മറ്റുള്ളവരോടുമുള്ള ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ സമീപനമുണ്ട് തൊഴിലാളികളോട്. അത് തൊഴിലുമായി ബന്ധപ്പെട്ട് കഴിയുമ്പോൾ തൊഴിൽ അധികാരികളോട്, തൊഴിൽ ദാതാവിനോട്, അല്ലെങ്കിൽ തൊഴിൽ സംവിധാനങ്ങളോട്, തൊഴിൽ നിയമങ്ങളോട് ഒക്കെ വരുന്നതാണ്. ഇതൊക്കെ ഈ തൊഴിലാളിയോട് സ്വീകരിക്കുന്ന സമീപനം എന്താണ്? ആ സമീപനം എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും ഈ പറയുന്ന 2ാമത്തെ ചാപ്റ്ററിലെ ഉന്നത സ്ഥാനീയരായ ആളുകൾ മുറിവേറ്റപ്പെട്ടവനോട് സ്വീകരിച്ച മനോഭാവം എന്താണ് എന്ന് വരുമ്പോൾ അവിടെയാണ് നമ്മളുടെ ആ ഒരു തൊഴിൽ ദർശനം ഈ 2ാമത്തെ ചാപ്റ്ററിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. ഇനി 3ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്കും 3ാമത്തെയും 1ാമത്തെ ചാപ്റ്ററും കൂടെ വീണ്ടും അതൊന്ന് കടന്നു വരുന്നുണ്ട്. അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. ഞാൻ പറഞ്ഞ ഡിഗ്നിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. മനുഷ്യന്റെ മഹത്വം, എന്തുകൊണ്ടാണ് മനുഷ്യൻ മഹത്വമുള്ളവനാണ്? മനുഷ്യൻ മഹത്വമുള്ളവനാകുന്നത് കൊണ്ടാണ് അവന്റെ തൊഴിലും മഹത്വമുള്ളതായി മാറുന്നത്. മനുഷ്യന്റെ മഹത്വത്തിന്റെ കാരണം എന്താണെന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു കഴിഞ്ഞു. അവൻ ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്നവനായതുകൊണ്ടാണ്. ഇനി അവന്റെ പ്രവർത്തിക്ക് എന്തുകൊണ്ടാണ് മഹത്വം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ അതും ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. ഈ പറയുന്ന സർഗാത്മകതയുടെയും പരസ്പരാശ്രയത്വത്തിന്റെയും ഒരു വെളിപ്പെടുത്തലായി അത് മാറുന്നത് കൊണ്ടാണ് ഈ മനുഷ്യൻ അതിനകത്ത് മഹത്വം, അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന പ്രവൃത്തി മഹത്വമുള്ളതാകുന്നത്. അതിനെ ഹനിക്കുന്ന ചില കാരണങ്ങളെ കുറിച്ചാണ് അവിടെ കൃത്യമായി പറഞ്ഞു വെക്കുന്നത്. അത് ആദ്യത്തെ ആ കാർമേഘങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. വംശീയത, തൊഴിലില്ലായ്മ, കുറഞ്ഞ കൂലി, വളരെ കൃത്യമായിട്ട് അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. കുറഞ്ഞ വേതന നിരക്ക്, മനുഷ്യ അവകാശങ്ങളുടെ ലംഘനം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു വെക്കുന്നുണ്ട്. യുദ്ധം, തീവ്രത. അതിനകത്ത് 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് നമ്മുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. ഒന്ന് വംശീയത, തൊഴിൽപരമായ വിഭാഗീയത നമ്മൾ നേരിടുന്നത് വംശത്തിന്റെ പേരിലാണ്. മറ്റൊന്ന് തൊഴിലില്ലായ്മ. ഇവിടുത്തെ നമ്മുടെ രാജ്യത്തിന്റെ തൊഴിലില്ലായ്മ റേറ്റിനെ കുറിച്ചും അല്ലെങ്കിൽ ഇവിടുത്തെ എംപ്ലോയബിലിറ്റിയെ കുറിച്ചും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ ആ മേഖലയിൽ പഠനം നടത്തിയവരാണ്. ഇത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി ഈ ഭാഗം പറഞ്ഞു പോകുന്നുണ്ട്. കൂലി ചെയ്യുന്നവരോടുള്ള അവർ അല്ലെങ്കിൽ പണിയെടുക്കുന്നവർക്ക് കൊടുക്കുന്ന വേതനത്തെ കുറിച്ചുള്ള നമ്മളുടെ സമീപനം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വീണ്ടും നമ്മൾ പുനർചിന്തനം നടത്തണമെന്ന് പറയുകയാണ്. ഒരുപക്ഷെ തൊഴിലും കൂലിയുമായി ബന്ധപ്പെട്ടാണ് സഭയുടെ സാമൂഹ്യ പ്രബോധനങ്ങൾ ഏറെയും ഉണ്ടായിട്ടുള്ളത്. ജോയ് സാർ സൂചിപ്പിച്ച ആദ്യത്തെ ചാക്രിക ലേഖനങ്ങൾ തുടങ്ങിയിരിക്കുന്നത് മുഴുവൻ ഈ വിഷയത്തിലാണ്. ഇതിനുവേണ്ടി മാത്രം എഴുതപ്പെട്ട ചാക്രിക ലേഖനമുണ്ട്. തൊഴിലിനെ കുറിച്ച് തൊഴിൽ എന്ന് പറയുന്ന ചാക്രിക ലേഖനമുണ്ട്. വികസനത്തെക്കുറിച്ച് മാത്രം എഴുതപ്പെട്ട ചാക്രിക ലേഖനമുണ്ട്. അവിടെയൊക്കെ നമുക്കിത് കാണുമ്പോൾ അവിടെ എല്ലാം കടന്നു വരുന്ന എല്ലാ വാക്കുകളെയും നമ്മളിവിടെ സംയോജിപ്പിച്ച് മാർപ്പാപ്പ പറഞ്ഞു വെക്കുകയാണ് ഈ കുറഞ്ഞ വേതനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കാര്യത്തിൽ. പിന്നെ പറയുന്നത് അതിന്റെ റൈറ്റ് ടു പ്രോപ്പർട്ടി 3ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്കാണ് വളരെ പ്രധാനപ്പെട്ട തൊഴിലുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഒരു അവകാശത്തെ കുറിച്ച് പറയുകയാണ്. ഡിഗ്നിറ്റിയെ കുറിച്ച് പറയുന്നതിന് പോലെ തന്നെ ഇവിടെ തരുന്നുണ്ട്. മനുഷ്യന്റെ ഏറ്റവും വലിയ മറ്റൊരു അവകാശം എന്താണ്? ആ അവകാശത്തെ കുറിച്ച് പറയുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം റൈറ്റ് ടു പ്രോപ്പർട്ടി, സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശമുണ്ട്. ഈ സ്വത്ത് സമ്പാദനത്തെ കുറിച്ചാണ് നമ്മൾ ആമുഖമായിട്ടൊക്കെ നമ്മൾ പറഞ്ഞു പോയത്. എങ്ങനെ സ്വത്ത് സമ്പാദിക്കാനുള്ള പാച്ചിലാണ്. അതിനാണ് നമ്മൾ ഗ്ലോബലൈസേഷനും പ്രൈവറ്റൈസേഷനും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കെല്ലാം കടന്നു വന്നത്. ഇമ്മാനുവേൽ എന്ന് പറയുന്ന സിനിമയിൽ പറയുന്നത് പോലെ വലിയൊരു ലോകം ലാഭം എന്ന ചെറിയ വാക്കിലേക്ക് ഒതുങ്ങിപ്പോയത് സ്വത്ത് സമ്പാദിക്കുവാനുള്ള മനുഷ്യന്റെ അദമ്യമായ ആഗ്രഹം കൊണ്ടാണ്. അപ്പൊ സ്വത്ത് സമ്പാദനത്തെ സഭ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ സ്വത്ത് സമ്പാദനത്തിന്റെ അടിസ്ഥാനം എന്തായിരിക്കണം എന്ന് ചോദിച്ചാൽ അവന്റെ തൊഴിൽ ശേഷിയായിരിക്കും. അധ്വാനത്തിന്റെ ശേഷിയിൽ നിന്നും മിച്ചം വെക്കുന്നതിനെയാണ് സഭ സ്വത്തായിട്ട് കരുതുന്നത്. അപ്പൊ ഇവിടെ ഒരാൾക്ക് സ്വത്ത് സമ്പാദിക്കാൻ അർഹതയുണ്ട് എന്ന് പറയുമ്പോൾ അതിനുള്ള മാർഗം തൊഴിലാണെന്ന് പറയുമ്പോൾ ആ തൊഴിലിനെ എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്നും അതിലൂടെ എങ്ങനെയാണ് അവൻ ഒരു സ്വത്തിന്റെ ഉടമയായി മാറേണ്ടതെന്നുമുള്ളതാണ്. തന്റെ അധ്വാനത്തിൽ നിന്ന് താൻ മിച്ചം വെക്കുന്നതാണ് സ്വത്തായി മാറുന്നതെങ്കിൽ ആ സ്വത്ത് എന്ന് പറയുന്നത് ഒരിക്കലും അപരനെ വേദനിപ്പിച്ചുകൊണ്ടുള്ളത് ആയിരിക്കില്ല എന്നുള്ള വലിയ പാഠം ഇവിടെ നമ്മൾ കാണുന്നു. തൊഴിലിൽ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കൂടി നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നത് മനുഷ്യത്വരഹിതമായ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന 2 അപകടങ്ങളെ കുറിച്ച് മാർപ്പാപ്പ സൂചിക്കുന്നുണ്ട്. ഒന്ന്, ദാരിദ്ര്യം ഇരട്ടിപ്പിക്കുന്നു, ഡബിളിംഗ് ഓഫ് പോവർട്ടി അല്ലെങ്കിൽ പുവർ എന്ന് പറഞ്ഞിട്ട് പോവർട്ടി എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പൊ ഈ പൊതുവെ തൊഴിലാളികൾ ദാരിദ്ര്യത്തിന്റെ പിടിയിലാണ്. അവിടെ വീണ്ടും ഈ ചൂഷണം വരുന്നതോടെ അവര് മാർജിനലൈസേഷൻ വരുന്നു, ഒഴിവാക്കപ്പെടൽ വരുന്നു,
ഇൽ ട്രീറ്റ്മെന്റ് ഉണ്ടാകുന്നു, ചൂഷണം ചെയ്യപ്പെടുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തൊഴിലാളി സമൂഹം അനുഭവിക്കേണ്ടി വരുമെന്ന് 30 മുതൽ 41 വരെയുള്ള കാര്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നീട് അതുമായി ചേർത്ത് വരയ്ക്കുന്ന ഒരു ആശയമാണ് ഗ്ലോബൽ എക്കോണമിയെ കുറിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രോപ്പർട്ടിയെ കുറിച്ചും എക്കണോമിയെ കുറിച്ചും ഒരുപോലെ ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. അവിടെ ദാരിദ്ര്യത്തിന്റെ പുതുരൂപങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഗ്ലോബൽ എക്കണോമി വന്നപ്പോൾ മനുഷ്യൻ തന്നിലേക്ക് ചുരുങ്ങിപ്പോയതിനെ കുറിച്ച് പറയും, ഇൻഡിവിജ്വലൈസേഷൻ കൂടിയതിനെ കുറിച്ച്, ഞാനാണ് ഏറ്റവും വലുത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അവിടെയാണ് ജോയി സാറ് പറഞ്ഞ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സമത്വത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും ഒക്കെ സ്പർശിതം ചെയ്തുകൊണ്ട് ആ ഒരു സാഹചര്യത്തെ മാർപ്പാപ്പ വിശകലനം ചെയ്യുന്നു. നാലാമത്തതിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ഹെൽത്തി എൻറിച്ചിങ് എക്സ്ചേഞ്ചിനെ കുറിച്ച് പറയുകയാണ്. ഈ ഇക്കണോമിയുമായി ബന്ധപ്പെട്ടുള്ളതിന്റെ തുടർച്ചയായിട്ടാണ് ഇത് വരുന്നത്. ഇപ്പോൾ എങ്ങനെ ഒരു കൈമാറ്റത്തെക്കുറിച്ച് പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് പറയുകയാണ്. മാർക്കറ്റിനെ കുറിച്ച് അവിടെ ഇക്കണോമിയുമായി ബന്ധപ്പെട്ട് അവിടെ പറയുന്നതിനകത്ത് മാർക്കറ്റിനെ കുറിച്ചുള്ള ചിന്തകൾ കടന്നു വരുന്നുണ്ട്. ആ കൈമാറ്റത്തെക്കുറിച്ച് പറയുന്നതിനകത്താണ് മാർപ്പാപ്പ പറയുന്ന വലിയൊരു കാര്യം, നമ്മൾ പണ്ട് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ടവർ ഓഫ് ബാബേൽ. ബാബേൽ ഗോപുരത്തിൽ നടന്ന ഒരു കൈമാറ്റ രീതി. ആ കൈമാറ്റ രീതി എന്ന് പറയുന്നത് കൊടുക്കുന്നവൻ എന്താണെന്നും പറയുന്നത് എന്താണെന്നും വാങ്ങുന്നവന് മനസ്സിലാക്കാത്ത ഒരു സാഹചര്യം, വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ എന്തുദ്ദേശിക്കുന്നു എന്നത് മനസ്സിലാക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഇതുവരെയാണ് ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ്, ഇങ്ങനെയുള്ള എക്സ്ചേഞ്ച് ഒരിക്കലും ഹെൽത്തി ആയിട്ടുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുകയില്ല. അത് വിഭജിത സമൂഹത്തെ ആയിരിക്കും സൃഷ്ടിക്കുക. ഇവിടെ തൊഴിലുമായി നമ്മൾ അത് കൃത്യമായി നോക്കേണ്ടതുണ്ട്. തൊഴിലിന്റെ മണ്ഡലത്തിൽ തൊഴിൽ നൽകുന്നവനും തൊഴിൽ ചെയ്യുന്നവനും അതിന്റെ ഗുണം സ്വീകരിക്കുന്നവനും പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യേണ്ട ആ ഒരു കൈമാറ്റത്തിന്റെ മൂല്യവ്യവസ്ഥിതി പരസ്പരം മനസ്സിലാകുന്നില്ലെങ്കിൽ തൊഴിൽദാതാവിനും തൊഴിലെടുക്കുന്നവനും തൊഴിലിന്റെ ഫലം സ്വീകരിക്കുന്നവനും ഒരു കമ്മ്യൂണിറ്റിയായി അല്ലെങ്കിൽ ഒരു സമൂഹമായി, സൊസൈറ്റിയായി വളരാൻ പറ്റില്ല എന്നുള്ളത് ഇതിനകത്തൂടെ കൃത്യമായി പറഞ്ഞു വെക്കുന്നത്. അവിടെയാണ് ജോയ് സാർ ഇടയ്ക്ക് സന്ദർഭവശാലൊന്ന് സൂക്ഷിച്ചു പോയ ലോക്കൽ നാർസിസം എന്ന് പറയുന്ന സാധനം വരുന്നത്. നമ്മൾ അങ്ങനെയാണ്, നമ്മളെ തന്നെ ആസ്വദിച്ച് ജീവിക്കുകയാണ്. എന്നെ ആസ്വദിച്ച് ഞാൻ ജീവിക്കുകയാണ്. സ്വയം തൃഷ്ണ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാൻ പറ്റും. എന്റെ സുഖത്തിലും സന്തോഷത്തിലും സൗന്ദര്യത്തിലും നിലനിൽപ്പിലും ഒക്കെ ഞാൻ ആസ്വാദ്യത കണ്ടെത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു ലോക്കൽ നാർസിസത്തിലേക്ക് വളർന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് ഈ 4ാമത്തെ ചാപ്റ്റർ നമ്മളോട് പറയുന്നത്. അപ്പൊ തൊഴിൽ സമൂഹം അതിനകത്തുനിന്ന് അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയാൻ പൊതുസമൂഹത്തിന് കഴിയാതെ വരുന്നതിന്റെ കാരണങ്ങൾ അവിടെ കൃത്യമായി നികത്തി വയ്ക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. 5ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്കും തൊഴിലിന്റെ എക്കണോമിയെ തന്നെ ഒന്നും കൂടി തുടർച്ചയായിട്ട് കൊണ്ടുവരികയാണ്. പൊതു നന്മയും പ്രൈവറ്റൈസേഷനും അല്ലെങ്കിൽ സ്വകാര്യതയും ഒക്കെ സംരക്ഷിക്കപ്പെടുന്ന സാമൂഹിക ക്രമം ഉണ്ടാക്കലാണ് എന്നുള്ളതാണ്. അപ്പൊ ഒരു പൊതു ക്രമം ഉണ്ടാവുക എന്നുള്ളതാണ്. നമുക്കറിയാം പ്രപഞ്ചത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ അങ്ങനെയാണ് പറയുന്നത്. 2 കാര്യങ്ങൾ കടന്നു വന്നു എന്നാണല്ലോ പറയുന്നത്. പ്രകാശവും ക്രമവും കടന്നു വന്നപ്പോഴാണ് ഇവിടെ ജീവന്റെ ഉത്ഭവത്തിന് കാരണമായതെന്നുള്ളതാണ്. ആ പ്രകാശത്തെ തടയുന്നതാണ് ആദ്യത്തെ ചാപ്റ്ററിൽ പറഞ്ഞത് അടച്ചിട്ട കാര്യത്തെക്കുറിച്ച് മാർപ്പാപ്പ സൂചിപ്പിക്കുന്നത്. 2ാമത്തത് ക്രമം മുഴുവൻ തെറ്റിപ്പോകുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയെക്കുറിച്ച് അല്ലെങ്കിൽ തെറ്റിച്ചിരിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വ്യവസ്ഥിതിയിൽ ഇക്കണോമി തകർന്നു പോകും. ആ ഇക്കണോമിയെ മാറ്റിക്കൊണ്ടുവരണമെങ്കിൽ പൊതു നന്മയ്ക്കും ആ സ്വകാര്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നതിന്റെ ഒരു ലക്ഷ്യവും സംരക്ഷിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രൈവറ്റൈസേഷന്റെ ലക്ഷ്യവും സംരക്ഷിക്കപ്പെടുന്ന ഒരു സാമൂഹ്യ ക്രമം ഉണ്ടാക്കിയെടുക്കലാണ് ഇനി വേണ്ടത് എന്ന് പറയുക. ആ സാമൂഹ്യ ക്രമം ഉണ്ടാക്കിയെടുക്കുന്നതിന് തടസ്സം നിൽക്കുന്ന 2 കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട 2 മേഖലകളെ കുറിച്ച് കൃത്യമായി കുറെ മേഖലകൾ പറയുന്നുണ്ട്. അതിൽ 2 മേഖലകൾ കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന്, ഒന്ന് ഡിവിഷൻ ഓഫ് ലേബർ എന്നുള്ളതിനെ കുറിച്ച് പറയുന്നു. 2ാമത്തത് കൊമേഴ്സ്യൽ എക്സ്ചേഞ്ച് പ്ലേസിനെ കുറിച്ച് പറയുന്നു, മാർക്കറ്റിനെ കുറിച്ച് പറയുന്നു. 3ാമത്തത് സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതിയെ കുറിച്ച് പറയുന്നു. 4ാമത്തത് പൊളിറ്റിക്കൽ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്നു. ഈ 4 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഇവിടെ എടുത്തു വെക്കുക. ഒരു പൊളിറ്റിക്കൽ സിറ്റിസൺഷിപ്പ്, നമുക്ക് പൗരത്വം തന്നെ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. തൊഴിലിന്റെ പേരിൽ പൗരത്വം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. അതിഥി തൊഴിലാളി എന്ന് വിളിക്കണോ അല്ലെങ്കിൽ അന്യ നാട്ടിലെ തൊഴിലാളി എന്ന് വിളിക്കണോ എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്താണ് നമ്മുടെ ഈ പൊളിറ്റിക്കൽ സിറ്റിസണിനെ കുറിച്ച് മാർപ്പാപ്പ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ച് പറഞ്ഞു വെക്കുന്നതും അവിടെ തന്നെയാണ്. കൊമേഴ്സ്യൽ എക്സ്ചേഞ്ചിനെ കുറിച്ച്, ഡിവിഷൻ ഓഫ് ലേബറിനെ കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. ഈ 4 കാര്യങ്ങൾ വളരെ വ്യക്തമായി തൊഴിലുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചാപ്റ്റർ 5 നിന്ന് നമുക്കിവിടെ വായിച്ചെടുക്കാൻ വേണ്ടി കഴിയും. അവിടെ നമ്മൾ അതിന്റെ കൺക്ലൂഷനായിട്ട് മാർപ്പാപ്പ പറഞ്ഞു വെക്കുന്നത് സോളിഡാരിറ്റി ഉണ്ടാകണം, ഒരു ഐക്യം ഉണ്ടാകണം ലോകത്ത്. അത് ഉണ്ടാകണമെങ്കിൽ പരസ്പരം ഉണ്ടാവേണ്ട ഒരു സാധനം മ്യൂച്വൽ ട്രസ്റ്റ്, പരസ്പരം ഒരു വിശ്വാസം ഉണ്ടായി വരിക എന്നുള്ളതാണ്. ഈ ഒരു വിശ്വാസത്തിന്റെ മേഖല വളർന്നു വരേണ്ടത് തൊഴിലിടങ്ങളിലാണെന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്.
ആറാമത്തതിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോഴേക്കും നീതിക്ക് ഊന്നൽ നൽകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇക്കണോമി എന്ന് പറയുന്നത് ഒരു നീതിക്ക് ഊന്നൽ നൽകുന്ന കാര്യമായിരിക്കണം. നീതി ഉണ്ടാകണമെങ്കിൽ അവിടെ ഒരു ഇക്കണോമിക് കാര്യം വേണം, സെൽഫ് ഡിഫൻസ് ഉണ്ടാവണം, പൊളിറ്റിക്കൽ ആൻഡ് ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഒരു സാധ്യത കൂടി അതിനകത്തേക്ക് പറഞ്ഞു വെച്ചുകൊണ്ട് അതാണ് ഈ ആറാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു വെക്കുക. പുതുതായിട്ട് പറയുന്നത് ഒരു സോഷ്യൽ ഒരാശയം ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞു, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ചാരിറ്റി എന്നൊരു പ്രയോഗം മാർപ്പാപ്പ ഇതിനകത്ത് നടന്നു. സാധാരണ നമ്മൾ ചാരിറ്റിയെ കുറിച്ച് സഭ എന്നും പഠിക്കുന്നതാണ്. പക്ഷേ ഒരു സോഷ്യൽ ചാരിറ്റിയെ കുറിച്ചും പൊളിറ്റിക്കൽ ചാരിറ്റിയെ കുറിച്ചും വളരെ കാര്യമായിട്ട് മാർപ്പാപ്പ ഇതിൽ പറഞ്ഞു വെക്കുന്നു. ഈ സോഷ്യൽ ചാരിറ്റിയും പൊളിറ്റിക്കൽ ചാരിറ്റിയും വരുന്നത് ലേബർ എന്ന് വരുന്ന വിഭാഗത്തിലാണ്, തൊഴിലുമായി ബന്ധപ്പെടുത്തിയാണ് എന്ന് എന്റെ കൺക്ലൂഷനിൽ മാർപ്പാപ്പ പറഞ്ഞു വെക്കുന്നത്. അതിനകത്ത് പറയുന്ന അതിനെ കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഈ സാമൂഹിക ചാരിറ്റിയുടെ അല്ലെങ്കിൽ സോഷ്യൽ ചാരിറ്റിയുടെ ആത്മാവ് എന്ന് പറയുന്നത് നന്മയോടുള്ള സ്നേഹമായിരിക്കണം. അവിടെയാണ് അത് അവസാനിപ്പിക്കുന്നത്. നന്മയോടുള്ള സ്നേഹമായിരിക്കണം സോഷ്യൽ ചാരിറ്റിയുടെ ഈ കാര്യമെന്ന് പറയുകയാണ്. ഏഴാമത്തതിൽ പറഞ്ഞു വെക്കുന്നത് സാമൂഹിക സമാധാനത്തെ കുറിച്ചാണ്. അതിനകത്തൊരു നല്ല ടേം മാർപ്പാപ്പ ഉപയോഗിച്ചിട്ടുണ്ട്, ആർക്കിടെക്ചർ ഓഫ് പീസ് എന്ന് പറയുകയാണ്. സമാധാനത്തിന്റെ വാസ്തുശില്പി എന്ന് എന്ന ഒരു സംഭവം അതിനകത്ത് ഇങ്ങനെ കൊണ്ടുവരികയാണ്. ബ്രിങ്ങിങ് ഫ്രം ദ അത് തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? ബിഗിനിങ് ഫ്രം ദ ലീസ്റ്റ്, ഏറ്റവും താഴെ കിടക്കുന്നവരിൽ നിന്ന് തുടങ്ങണം. ആരെ കൊണ്ടാണ് അത് മുന്നോട്ട് പോകേണ്ടത്? അതും വിത്ത് ദ ലീസ്റ്റ്. താഴെ മാർജിനലൈസ് ചെയ്യപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട, പരിഗണിക്കപ്പെടാതെ പോയ ആളുകളിൽ നിന്നാണ് ഈ ആർക്കിടെക്ചർ ഓഫ് പീസ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അത് ഡെവലപ്പ് ചെയ്തു വരണമെങ്കിൽ എവിടെയാണ് ഇവിടെ നമ്മൾ വികസനവും സമാധാനവും എന്ന് ഭൂമിയിൽ സമാധാനം എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിലെ ആശയങ്ങൾ കൂടി നമ്മൾ ഇതിനകത്തുനിന്ന് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ ഒരു ആർക്കിടെക്ചർ ഓഫ് പീസ് എന്ന് പറയുന്നതിന്റെ ടൂൾ എന്താണ് എന്ന് ചോദിച്ചാൽ അത് ലേബറാണ്, അത് തൊഴിലാണ്, അല്ലെങ്കിൽ തൊഴിലാളിയാണ്. അപ്പൊ ഈ തൊഴിൽ സമീപനങ്ങൾ തൊഴിലാളിയുമാണ് ഈ ആർക്കിടെക്ചർ ഓഫ് പീസ് എന്ന് പറയുന്നതിടത്തേക്ക് നമ്മൾ തിരിച്ചറിയുന്ന ഒരു പുതിയ ദർശനം മാർപ്പാപ്പ ഇവിടെ അവതരിപ്പിച്ച് വെക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ഏഴാമത്തെ ചാപ്റ്റർ തൊഴിലുമായി ബന്ധപ്പെടുത്തി നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാഴ്ചപ്പാട്. ഏറ്റവും അവസാനം ഞാൻ അവസാനിപ്പിക്കുന്നു എട്ടാമത്തതിൽ ചെറിയൊരു ആശയം. അത് ഇടയ്ക്കാൻ പറയാതെ ആദ്യം പറഞ്ഞ ചില വാക്കുകളിൽ നിർവചിക്കാതെ പോയ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഇവിടെ അവസാനിപ്പിക്കുന്ന മാർപ്പാപ്പ. ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ കാത്തലിക് എന്ന് പറയുന്നത് എന്താണ്? അതൊരു സാർവത്രികമായ ദർശനമാണ് എന്ന് പണ്ട് മുതൽ നമ്മൾ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? അപരനെ പരിഗണിക്കുമ്പോഴാണ് സാർവത്രികമാവുക. അപരനെ പരിഗണിക്കുന്നതിനെയാണ് നമ്മൾ സാഹോദര്യം എന്ന് പറയുന്നത്. അപ്പോൾ അപരനെ പരിഗണിക്കുന്ന സാഹോദര്യം എന്ന് പറയുന്ന ആ ഒരു മേഖലയെ അങ്ങനെ വരുമ്പോൾ മാത്രമേ അത് സാർവത്രികമാകുന്നുള്ളൂ. സാർവത്രികമായ ഒരു ദർശനമുള്ളവനെ ക്രിസ്ത്യാനിറ്റി ഉള്ളവനാണെന്ന് പറയാൻ പറ്റൂ. അവൻ ക്രിസ്തു മതത്തിലുള്ളവനാകാം, പക്ഷെ അവൻ ക്രിസ്ത്യാനിറ്റിയിൽ ഉള്ളവനാണോ എന്ന് ചോദിച്ചാൽ ഈ ഒരു ദർശനത്തിലേക്ക് നമ്മൾ പറയേണ്ടി വരും. അതുകൊണ്ടാണ് തൊഴിലിന്റെ മാനത്തെക്കുറിച്ചും കൂടി സൂചിപ്പിച്ച് ഈ ചാക്രികത്തിന്റെ അവസാനത്തെ അവിടെ ആ ഭാഗം അവസാനിപ്പിക്കുന്നത്. എല്ലാവരുടെയും ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുന്നിടത്താണ് സാമൂഹ്യ നീതി ഉറപ്പാക്കപ്പെടുന്നത്. ഒരേ ധനാറയുടെ കൂലി പല സമയത്ത് വന്നവന് കൊടുത്തത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം വ്യംഗ്യന്തരേണ ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. എല്ലാവരുടെയും ആവശ്യം ഒന്നു തന്നെയായാൽ അത് എല്ലാവർക്കും തൃപ്തികരമായ രീതിയിൽ പരിഗണിക്കപ്പെടുമ്പോഴാണ് ഈ സമാധാനത്തിന്റെ അന്തരീക്ഷം സമൂഹത്തിൽ ഉണ്ടാവുക. അതിനായി ഒരു അന്താരാഷ്ട്ര നിയമാവലി തന്നെ ഉണ്ടാവേണ്ടതുണ്ട്. അന്താരാഷ്ട്ര കോടതിയെക്കുറിച്ചും അന്താരാഷ്ട്ര നാണയനിധിയെക്കുറിച്ചൊക്കെ മുൻ ചാക്രിക ലേഖനങ്ങളിൽ നമ്മുടെ മാർപ്പാപ്പമാര് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഒരു അന്താരാഷ്ട്ര നിയമ വ്യവസ്ഥിതിയെക്കുറിച്ച് തന്നെ മാർപ്പാപ്പ സൂചിപ്പിച്ചു വെക്കുകയാണ്. ഇങ്ങനെ ഒരു ആർക്കിടെക്ചറൽ പീസ് എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ ഒരു ശില്പികളായി മാറാൻ തൊഴിലാളികളെയും തൊഴിലെടുക്കുന്നവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പ്രചോദിപ്പിച്ചുകൊണ്ടാണ് ഈ ചാക്രിക ലേഖനം അവസാനിപ്പിക്കുക. ഒരുപക്ഷെ ജോയ്സാർ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു വായന കൊണ്ടും 2 വായന കൊണ്ടും 3 വായന കൊണ്ടും നമുക്ക് ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും നമ്മളുടെ മുമ്പിൽ കിട്ടുന്നത് ഓരോ ഇൻസൈറ്റുകളായിരിക്കും. അതുകൊണ്ട് വീണ്ടും നമ്മളിത് പഠനത്തിൽ വെക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. തൊഴിലുമായി ബന്ധപ്പെട്ട് ഈ ചാക്രിക ലേഖനത്തെ നമുക്ക് എങ്ങനെ ചേർത്തെടുക്കാമെന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ മാത്രം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലൂടെ മാത്രം ഒന്ന് കടന്നു പോവുകയാണ് ചെയ്തത്. ഇത് മാത്രമല്ല തൊഴിലിനെ കുറിച്ച് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പൊ അങ്ങനെ കഴിയുന്ന ഒരു സാഹചര്യം നമുക്ക് തുടർന്നും ഉണ്ടാവട്ടെ എന്നുള്ള ആശംസയോടെ നമ്മളുടെ ഇന്നത്തെ ഈ അവതരണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കലും ഇതുപോലെയുള്ള ഒരു സെമിനാർ ഞാൻ ഇത്രയും ശ്രദ്ധാപൂർവം ഇരുന്ന് കേൾക്കാറില്ല. പലപ്പോഴും മറ്റു പലതിലേക്കും തിരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ മറ്റ് രംഗങ്ങളിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യുകയാണ് പതിവ്. എങ്കിൽ ഇതിൻ്റെ ആരംഭം മുതൽ
അവസാനിക്കുന്ന ഈ നിമിഷം വരെയും മുഴുവൻ സമയവും ശ്രദ്ധാപൂർവം ഇരിക്കാൻ സാധിച്ചു. ഈ വിഷയത്തിന്റെ സൗകുമാര്യം മാത്രമല്ല, പ്രത്യേകിച്ചും ഇത് ആദ്യം അവതരിപ്പിച്ച അഭിമന്യ പിതാവ് എത്രയോ ഭംഗിയായിട്ടാണ് വിഷയം, നമുക്കറിയാം ചാക്രിക ലേഖനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യന്റെ തലയ്ക്കും കുറച്ചുകൂടി മുകളിൽ കൂടിയാണ് കടന്നു പോവുക. പക്ഷെ ഇതങ്ങനെയല്ല, നല്ല ഒരു വിഷയമാണ്, ഭംഗിയായിട്ട് എഴുതപ്പെട്ടതാണ്. അതിനെ ഭംഗിയായിട്ട് പിതാവ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അതിന് അഭിമന്യ പിതാവിന് ഏറ്റവും കൃത്യമായ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തുടർന്ന് വന്നത് ജോയ് സാറിന്റെ ക്ലാസ്സാണ്. ജോയ് സാറിന്റെ ആ വാക്കുകൾ എപ്പോഴും അങ്ങേയറ്റം തീക്ഷ്ണമായിരിക്കും, ഇരുതലവാൾ പോലെ മൂർച്ചയുള്ളതായിരിക്കും. എപ്പോഴും സഭയുടെ പുനരുദ്ധാരണത്തിന് അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു പ്രവർത്തനത്തെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള തീക്ഷ്ണമായ ആ വാക്കുകൾക്ക് പരിശുദ്ധ പിതാവിൻ്റെ ഈ ചാക്രിക ലേഖനത്തിലെ ആശയങ്ങൾ ഒന്നുപോലും ചോർന്നു പോകാതെ ഭംഗിയായിട്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ആനുകാലിക അവസ്ഥയും ഉൾച്ചേർത്തുകൊണ്ട് ഇവിടെ അവതരിപ്പിച്ച ജോയ് സാറിനും നന്ദിയുടെ പൂച്ചെണ്ട്. അവസാനം നമുക്കറിയാം, ഇതിനു മുമ്പത്തെ നമ്മുടെ പ്രസിഡന്റായിരുന്ന സെബാസ്റ്റ്യൻ സാറിന്റെ അവതരണമായിരുന്നു. വളരെയധികം പഠിച്ച് ഒരുങ്ങി ഈ വിഷയത്തിൽ എല്ലാ ആശയങ്ങളും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അവതരിപ്പിക്കാൻ അദ്ദേഹം അങ്ങേയറ്റം ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അത് ഒത്തിരിയേറെ ഉപകാരപ്രദമായി എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് സാറിനും നന്ദി രേഖപ്പെടുത്തുന്നു. അവസാനം നമ്മുടെ പ്രിയങ്കരനായ ജൂഡ് സാർ ഇങ്ങനെ അവതരിപ്പിക്കുന്നില്ലായിരുന്നെങ്കിൽ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നില്ലായിരുന്നെങ്കിൽ ഇത് ഒരിക്കലും ഇത്രയും ഭംഗിയാകുമായിരുന്നില്ല. ജൂഡ് സാറെ, നന്ദി വാക്കുകൾ അങ്ങയുടെ മുമ്പിൽ അവതരിപ്പിക്കട്ടെ. എല്ലാവർക്കും എല്ലാത്തിനും ഒരിക്കൽ കൂടി നന്ദി.